ഈ സെഷൻ്റെ ഒബ്ജക്റ്റീവ്സ് ഇനി പറയുന്നവയാണ്. ഒന്ന്, ജനറൽ അനസ്തെറ്റിക്സിൻ്റെ ക്ലാസിഫിക്കേഷൻ മനസ്സിലാക്കുക. രണ്ടാമത്തത് അതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻസ് മനസ്സിലാക്കുക. മൂന്നാമത്തത് ഓരോ ക്ലാസ്സിൽ വരുന്ന ഡ്രഗ്സിൻ്റെയും യൂസസ്, അഡ്വേഴ്സ് എഫക്ട്സ് തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കുക. പിന്നീട് ഡിഫറെൻറ്റ് ടെക്നിക്സ് അല്ലെങ്കിൽ സ്പെഷ്യൽ ടെക്നിക്സ് ഓഫ് അനസ്തേഷ്യ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക. അതിന് ഉപയോഗിക്കുന്ന ഡ്രഗ്സ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുക. പിന്നൊരു ടോപ്പിക്കിൽ പ്രീ അനസ്തെറ്റിക് മെഡിക്കേഷൻസ് ഏതൊക്കെയാണെന്നും അതിൻ്റെ ഡീറ്റെയിൽസും മനസ്സിലാക്കുക. ആദ്യം ജനറൽ അനസ്തേഷ്യനെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ. ജനറൽ അനസ്തേഷ്യ എന്നുള്ളത് ഒരു ഇൻഡ്യൂസ്ഡ് സ്ലീപ്പാണ്. ഡ്രഗ് കൊടുത്ത് ഉണ്ടാക്കുന്ന ഒരു സ്ലീപ്പാണ്. സ്ലീപ്പ് മാത്രമല്ല, ഈ സ്ലീപ്പിൻ്റെ സമയത്ത് അസോസിയേറ്റഡ് ആയിട്ടുള്ള മറ്റ് ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, പെയിൻ റിലീഫ്. പേഷ്യൻറ്റിന് പെയിൻ അറിയാൻ പറ്റില്ല. രണ്ട്, സെൻസേഷൻ ഇല്ലാത്ത അവസ്ഥ. ടച്ച്, ടെമ്പറേച്ചർ പോലെയുള്ള സെൻസേഷൻസ് ഒന്നും ഉണ്ടാവില്ല. സോ ഓർമ്മിക്കുക, 3 കീ കമ്പോണൻസ് ആണ് ജനറൽ അനസ്തേഷ്യയ്ക്ക് ആവശ്യം. ഒന്ന്, സ്ലീപ്പ് ഉണ്ടാവണം. രണ്ട്, മസിൽ റിലാക്സേഷൻ ഉണ്ടാവണം. 3, പെയിൻ റിലീഫ് ഉണ്ടാവണം. ഒന്നുകൂടെ പറയാം: സ്ലീപ്പ്, പെയിൻ റിലീഫ്, മസിൽ റിലാക്സേഷൻ. ഈ 3 കമ്പോണൻസ് ഉണ്ടാക്കുന്ന ഏജൻസിനെയാണ് ജനറൽ അനസ്തെറ്റിക്സ് എന്ന് പറയുന്നത്. ജനറൽ അനസ്തെറ്റിക്സിന് വേണ്ട ഐഡിയൽ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, സേഫ് ആയിരിക്കണം. പേഷ്യൻറ്റിന് ഹാംഫുൾ ആയിട്ടുള്ള എഫക്ട്സ് ഒന്നും ഉണ്ടാക്കാൻ പാടില്ല. റാപ്പിഡ് ഇൻഡക്ഷൻ ഉണ്ടാവണം. അനസ്തെറ്റിക്സ് അപ്ലൈ ചെയ്താൽ വളരെ പെട്ടെന്ന് സ്ലീപ്പിലേക്കും പെയിൻ റിലീഫിലേക്കും മസിൽ റിലാക്സേഷനിലേക്കും പോകണം. രണ്ടാമത്തത്, ഏർലി റിക്കവറി. സർജറി കഴിഞ്ഞ് അധികം വൈകാതെ തന്നെ പേഷ്യൻറ്റിന് സ്ലീപ്പിൽ നിന്നും പെയിൻ റിലീഫിൽ നിന്നും മസിൽ റിലാക്സേഷനിൽ നിന്നും റിക്കവറി വേണം. അടുത്തത്, സർജറിയുടെ സമയത്ത് പേഷ്യൻ്റ് പെയിൻ അറിയാൻ പാടില്ല. ഇനിയുള്ളത് ജനറൽ അനസ്തെറ്റിക്സും ലോക്കൽ അനസ്തെറ്റിക്സും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ്. ജനറൽ അനസ്തെറ്റിക്സിൻ്റെ സൈറ്റ് ഓഫ് ആക്ഷൻ സെൻട്രൽ നെർവസ് സിസ്റ്റവും ലോക്കൽ അനസ്തെറ്റിക്സിൻ്റെ സൈറ്റ് ഓഫ് ആക്ഷൻ പെരിഫറൽ നെർവസ് സിസ്റ്റവുമാണ്. രണ്ടാമത്തത്, ജനറൽ അനസ്തെറ്റിക്സ് കംപ്ലീറ്റ് ബോഡീനെ അഫക്റ്റ് ചെയ്യും. അതേസമയം ലോക്കൽ അനസ്തെറ്റിക്സ് ബോഡിയിലെ ഏതെങ്കിലും ഒരു ലോക്കൽ ഏരിയനെ മാത്രമേ അഫക്റ്റ് ചെയ്യുള്ളൂ. അടുത്തത്, ജനറൽ അനസ്തെറ്റിക്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പേഷ്യൻറ്റിന് കോൺഷ്യസ്നെസ് ഉണ്ടാവില്ല. അതേസമയം ലോക്കൽ അനസ്തെറ്റിക്സ് യൂസ് ചെയ്യുമ്പോൾ പേഷ്യൻ്റ് കോൺഷ്യസ് ആയിരിക്കും. ചിലപ്പോഴൊക്കെ ചെറിയ ആൾട്ടറേഷൻസ് ഉണ്ടാവുമെന്ന് മാത്രം. അടുത്ത പോയിൻ്റ്, ജനറൽ അനസ്തെറ്റിക്സ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ വൈറ്റൽ ഫങ്ഷൻസൊക്കെ കറക്റ്റായി മോണിറ്റർ ചെയ്യണം. അതേസമയം ലോക്കൽ അനസ്തേഷ്യ യൂസ് ചെയ്യുമ്പോൾ വൈറ്റൽ ഫങ്ഷനിങ്ങിൻ്റെ മോണിറ്ററിങ് സാധാരണ ആവശ്യമായിട്ട് വരാറില്ല. അടുത്തത്, ഹെൽത്തി അല്ലാത്ത പേഷ്യൻസിന് ജനറൽ അനസ്തെറ്റിക്സ് ഉപയോഗിക്കുന്നത് ഒരു റിസ്കി ആയിട്ടുള്ള കാര്യമാണ്. അതേസമയം ലോക്കൽ അനസ്തെറ്റിക്സ് ഹെൽത്തി അല്ലാത്ത പേഷ്യൻസിന് സേഫായിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഏജൻസാണ്. അടുത്ത പോയിൻ്റ്, സർജറിയുമായിട്ട് കോപ്പറേറ്റ് ചെയ്യാത്ത പേഷ്യൻസ് ആണെങ്കിൽ അല്ലെങ്കിൽ സർജിക്കൽ പ്രൊസീജിയറുമായിട്ട് കോപ്പറേറ്റ് ചെയ്യാത്ത പേഷ്യൻ്റ് ആണെങ്കിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ജനറൽ അനസ്തേഷ്യയാണ്. അതേസമയം ലോക്കൽ അനസ്തേഷ്യ ഇങ്ങനെയുള്ള നോൺ കോപ്പറേറ്റീവ് പേഷ്യൻസിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് അല്ല. അടുത്തൊരു കാര്യം, മേജർ സർജറീസിൻ്റെ സമയത്ത് ജനറൽ അനസ്തേഷ്യയാണ് പ്രിഫർ ചെയ്യപ്പെടുന്നത്.
ലോക്കൽ അനസ്തേഷ്യ പ്രിഫർ ചെയ്യാറില്ല. അതേസമയം മൈനർ സർജറീസൊക്കെ ആണെങ്കിൽ ലോക്കൽ അനസ്തേഷ്യ മതിയാവും. ജനറൽ അനസ്തേഷ്യ ആവശ്യമായിട്ട് വരാറില്ല. അടുത്ത ടോപ്പിക്ക് അനസ്തേഷ്യയുടെ ഒരു ബ്രീഫ് ഹിസ്റ്ററിയാണ്. 1844 ഹൊറേസ് വെൽസ് എന്ന സയൻറ്റിസ്റ്റാണ് ആദ്യമായി അനസ്തെറ്റിക് ഡെവലപ്പ് ചെയ്യുന്നത്. അദ്ദേഹം ഡെവലപ്പ് ചെയ്ത അനസ്തെറ്റിക്കാണ് നൈട്രസ് ഓക്സൈഡ്. അത് കഴിഞ്ഞ് 1846 TG മോർട്ടൺ ഡെവലപ്പ് ചെയ്ത ഏജൻ്റാണ് ഡൈ ഈഥൈൽ ഈഥർ. വില്യം TG മോർട്ടനെയാണ് നമ്മൾ അനസ്തേഷ്യയുടെ ഫാദർ ഓഫ് അനസ്തേഷ്യ എന്ന് പറയുന്നത്. 1847 ജെയിംസ് സിംപ്സൺ ക്ലോറോഫോം എന്നുള്ള അനസ്തെറ്റിക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അടുത്ത ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് മെക്കാനിസം ഓഫ് ആക്ഷൻ. ഡിഫറെൻറ്റ് ജനറൽ അനസ്തെറ്റിക്സിന് ഡിഫറെൻറ്റ് മെക്കാനിസംസ് ആണ്. ജനറൽ അനസ്തെറ്റിക്സിന് പൊതുവായി കാണപ്പെടുന്ന മെക്കാനിസംസ് ആണ് ഇനി ഡിസ്കസ് ചെയ്യുന്നത്. പ്രപ്പോസ്ഡ് മെക്കാനിസംസ് ബിഹൈൻഡ് ജനറൽ അനസ്തേഷ്യ. അതിലെ ഫസ്റ്റ് വണ്ണാണ് ലിപ്പിഡ് തിയറി. നമുക്കറിയാം പെയിൻ സെൻസേഷൻ, സ്ലീപ്പ്, മസിൽ റിലാക്സേഷൻ, ഈ കാര്യങ്ങളിലൊക്കെ ന്യൂറോൺസിൻ്റെ ഫങ്ഷനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ന്യൂറോൺസിൻ്റെ ഫങ്ഷനിങ്ങിനെ ആൾട്ടർ ചെയ്യുന്ന ഏജൻസ് ആണ് അനസ്തെറ്റിക്സ്. ലിപ്പിഡ് തിയറിയിൽ പറയുന്നത് അനസ്തെറ്റിക്സ് ന്യൂറോൺസിൻ്റെ ലിപ്പിഡ് മെംബ്രെയിൻ അല്ലെങ്കിൽ ന്യൂറോൺസിൻ്റെ സെൽ മെംബ്രെയിനിലുള്ള ലിപ്പിഡ് കണ്ടൻറ്റിൽ ഡിസോൾവ് ആവും. ഇങ്ങനെ ഡിസോൾവ് ആവുമ്പോൾ സെൽ മെംബ്രെയിനിൽ ഫിസിക്കൽ ചേഞ്ചസ് വരും. ഫിസിക്കൽ ചേഞ്ചസ് വരുമ്പോഴത്തേക്ക് സെൽ മെംബ്രെയിൻ്റെ ഫങ്ഷനിങ് പ്രോപ്പറായിട്ട് നടക്കില്ല. ന്യൂറോൺസിൻ്റെ ഫങ്ഷനിങ്ങിൽ സെൽ മെംബ്രെയിൻ്റെ ഫങ്ഷനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെൽ മെംബ്രെയിനിൽ കൂടെ പല അയോൺസിൻ്റെയും മൂവ്മെൻ്റ് ഉണ്ടാവുന്നുണ്ട്. സെൽ മെംബ്രെയിൻ്റെ സർഫസിലാണ് പല ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെയും റിസപ്റ്റേഴ്സ് ഉള്ളത്. സോ ഇങ്ങനെയുള്ള സെൽ മെംബ്രെയിൻ്റെ ഫങ്ഷനിങ് സ്റ്റോപ്പായി കഴിയുമ്പോഴത്തേക്ക് ജനറൽ അനസ്തേഷ്യ ഡെവലപ്പ് ചെയ്യുന്നു. അടുത്ത ഒരു തിയറിയാണ് വാട്ടർ തിയറി. ഇവിടെ അനസ്തെറ്റിക്സ് ബോഡിയിലെ വാട്ടർ കണ്ടൻറ്റുമായിട്ട് ബൈൻഡ് ചെയ്ത് ഒരു ഐസ്ബർഗ് ഉണ്ടാവും. ഇത് സെൽ മെംബ്രെയിനകത്ത് ഉള്ള വാട്ടർ കണ്ടൻറ്റുമായിട്ട് ബൈൻഡ് ചെയ്തിട്ട് ഒരു ഐസ്ബർഗ് ഉണ്ടാക്കും. ന്യൂറോണൽ സെൽ മെംബ്രെയിനകത്ത് ഉണ്ടാവുന്ന ഈ ഐസ്ബർഗ്സ് മെംബ്രെയിൻ ഫങ്ഷനിങ്ങിനെ അഫക്റ്റ് ചെയ്യും. മെംബ്രെയിൻ പ്രോട്ടീനിനെ അഫക്റ്റ് ചെയ്യും. മെംബ്രെയിൻ അയോണിക് മൂവ്മെൻറ്റിനെ അഫക്റ്റ് ചെയ്യും. സോ മെംബ്രെയിൻ്റെ ഈ ഡിസ്ഫങ്ഷനിങ് അനസ്തേഷ്യ ഉണ്ടാക്കും. അടുത്ത ഒരു തിയറി അനസ്തെറ്റിക്സ് പ്രോട്ടീൻസുമായിട്ട് ബൈൻഡ് ചെയ്ത് ന്യൂറോൺസിൻ്റെ ഫങ്ഷനിങ്ങിനെ ഡിസ്ട്രപ്റ്റ് ചെയ്യും. അടുത്തൊരു മെത്തേഡ് ന്യൂറോൺസിനകത്തു കൂടിയുള്ള ഇമ്പൾസിൻ്റെ ട്രാൻസ്മിഷന് അനസ്തെറ്റിക്സ് ബ്ലോക്ക് ചെയ്യും. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ന്യൂറോൺസിനകത്തു കൂടിയുള്ള ആക്ഷൻ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ കറണ്ട് അല്ലെങ്കിൽ ഇമ്പൾസിൻ്റെ ട്രാൻസ്മിഷൻ അനസ്തെറ്റിക്സ് ബ്ലോക്ക് ചെയ്യും. അങ്ങനെ അനസ്തേഷ്യ ഉണ്ടാക്കും. അടുത്തൊരു മെത്തേഡ് രണ്ട് ന്യൂറോൺസ് തമ്മിലുള്ള ഇമ്പൾസസിൻ്റെ ട്രാൻസ്മിഷൻ അനസ്തെറ്റിക്സ് ബ്ലോക്ക് ചെയ്യും. നമുക്കറിയാം സിനാപ്സിൽ കൂടിയാണ് ഇമ്പൾസ് ട്രാൻസ്മിഷൻ നടക്കുന്നത്. ഈ ട്രാൻസ്മിഷൻ അനസ്തെറ്റിക്സ് ബ്ലോക്ക് ചെയ്യും. ഇതൊക്കെയാണ് ജനറൽ അനസ്തെറ്റിക്സിൻ്റെ പ്രപ്പോസ്ഡ് മെക്കാനിസംസ്.
ഓരോ ഡ്രഗിൻ്റെയും മെക്കാനിസം സ്പെസിഫിക് ആയിട്ട് നോക്കുമ്പോൾ ഈ പ്രപ്പോസ്ഡ് മെക്കാനിസത്തിൽ ഏതെങ്കിലും വരുന്ന ഒരു മെക്കാനിസം ആയിരിക്കും. ഒരു എക്സാമ്പിളാണ് നൈട്രസ് ഓക്സൈഡിൻ്റെ മെക്കാനിസം. നൈട്രസ് ഓക്സൈഡ് എൻമീഥൈൽ ഡി അസ്പാർട്ടേറ്റ് റിസപ്റ്ററിനെയാണ് ബ്ലോക്ക് ചെയ്യുന്നത്. NMDA റിസപ്റ്റർ ന്യൂറോൺസിൻ്റെ എക്സൈറ്റ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്ന റിസപ്റ്ററാണ്. NMDA റിസപ്റ്ററിൽ ഗ്ലൂട്ടമേറ്റ്, അസ്പാർട്ടേറ്റ് തുടങ്ങിയ എക്സൈറ്റേറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ ബൈൻഡ് ചെയ്യുമ്പോഴാണ് ഇമ്പൾസ് ട്രാൻസ്മിഷൻ നടക്കുന്നത്. അപ്പോൾ ഈ റിസപ്റ്ററിനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റിയാൽ ഇമ്പൾസ് ട്രാൻസ്മിഷൻ ബ്ലോക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ബ്രെയിനിലുള്ള NMDA റിസപ്റ്ററിനെ കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്ക് ചെയ്യുന്ന ഏജൻസാണ് നൈട്രസ് ഓക്സൈഡ്, കെറ്റമിൻ തുടങ്ങിയ ഡ്രഗ്സ്. ഈ ഡ്രഗ്സ് NMDA റിസപ്റ്ററിനെ ബ്ലോക്ക് ചെയ്യുന്നത് കാരണം ഇമ്പൾസ് ട്രാൻസ്മിഷൻ നടക്കുന്നില്ല. ഇതേ ഡ്രഗ്സിൻ്റെ മറ്റൊരു മെക്കാനിസമാണ് പൊട്ടാഷ്യം ചാനലിൻ്റെ ആക്ടിവേഷൻ. ന്യൂറോണൽ സെൽ മെംബ്രെയിനിലുള്ള പൊട്ടാഷ്യം ചാനൽസ് ഓപ്പൺ ചെയ്യുക എന്നതാണ് ആക്ടിവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നൈട്രസ് ഓക്സൈഡും കെറ്റമിനും പൊട്ടാഷ്യം ചാനൽ ഓപ്പൺ ചെയ്യിപ്പിക്കുമ്പോൾ ന്യൂറോൺസിനകത്തുള്ള പൊട്ടാഷ്യം അയോൺസ് പുറത്തേക്ക് ഫ്ലോ ചെയ്തു പോകും. സെല്ലിന് പുറത്തേക്ക് പോകുന്നത് വഴി സെല്ലിൻ്റെ റീപോളറൈസേഷൻ സംഭവിക്കും. നമുക്കറിയാം, റീപോളറൈസേഷൻ എന്നുള്ളത് സെല്ലിൻ്റെ റെസ്റ്റിംഗ് ഫേസ് ആണ്. അപ്പോൾ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലുള്ള അല്ലെങ്കിൽ ബ്രെയിനിലുള്ള ന്യൂറോൺസൊക്കെ ഇങ്ങനെ റെസ്റ്റിംഗ് ഫേസിലേക്ക് പോകുമ്പോഴാണ് ആ വ്യക്തിക്ക് അനസ്തേഷ്യ ഉണ്ടാവുന്നത്. അടുത്തൊരു എക്സാമ്പിൾ കൂടി പറയാം. IV ഏജൻറ്റ്സ്, ഇൻട്രാവീനസ്ലി കൊടുക്കുന്ന അനസ്തെറ്റിക്സ് ഗാബ ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ ആക്ഷൻ പ്രൊമോട്ട് ചെയ്യും. നമുക്കറിയാം, ഗാബ എന്നുള്ളത് ഒരു ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്ററാണ്. IV അനസ്തെറ്റിക്സ് ഗാബ റിസപ്റ്ററിൽ ബൈൻഡ് ചെയ്യുന്നത് വഴി ഗാബ ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ ആക്ഷൻ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ ആയിട്ടുള്ള ഗാബ ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ ആക്ഷൻ കൂടുന്നത് കാരണം ഇമ്പൾസ് ട്രാൻസ്മിഷൻ പ്രിവെൻറ്റ് ചെയ്യപ്പെടും. ഇത് കൂടാതെ IV ഏജൻസിൻ്റെ മറ്റൊരു മെക്കാനിസമാണ് ഗ്ലൂട്ടമേറ്റ് എന്നുള്ള എക്സൈറ്റേറ്ററി ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ ആക്ഷൻ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളത്. ന്യൂറോൺസിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്ന ഗ്ലൂട്ടമേറ്റിൻ്റെ ആക്ഷൻ പ്രിവെൻറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ന്യൂറോൺസ് റിലാക്സ് ചെയ്യും. മറ്റൊരു മെക്കാനിസം നിക്കോട്ടിനിക് ACH റിസപ്റ്റർ. ACH റിസപ്റ്റർ എന്നുള്ളത് അസറ്റൈൽ കോളിൻ ആക്ട് ചെയ്യുന്ന റിസപ്റ്ററാണ്. നിക്കോട്ടിനിക് ACH റിസപ്റ്റർ ന്യൂറോ മസ്കുലാർ ജംഗ്ഷനിലാണ് കാണപ്പെടുന്നത്. ഈ നിക്കോട്ടിനിക് ACH റിസപ്റ്ററിൻ്റെ ആക്ഷനെ ബ്ലോക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നെർവ്സിൽ നിന്ന് മസിൽസിലേക്കുള്ള കണ്ടക്ഷൻ ബ്ലോക്ക് ചെയ്യും. അത് കാരണം മസിൽ റിലാക്സേഷൻ ഉണ്ടാവും. ഇപ്പോൾ 2-3 സ്പെസിഫിക് മെക്കാനിസംസ് പറഞ്ഞു. ഈ സ്പെസിഫിക് മെക്കാനിസംസൊക്കെ നമ്മൾ ആദ്യം പറഞ്ഞ ഏതെങ്കിലും ഒരു പ്രപ്പോസ്ഡ് മെക്കാനിസവുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും. ഇനി അനസ്തേഷ്യയുടെ ഡിഫറെൻറ്റ് സ്റ്റേജസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സ്റ്റേജ് 1, അതിൻ്റെ പേരാണ് അനാൽജസിയ. ഈ സ്റ്റേജിൽ സബ്ജക്റ്റ് മീൻസ് ദ പേഴ്സൺ, സബ്ജക്റ്റ് വിൽ ബി കോൺഷ്യസ്, പക്ഷേ ചെറിയ മയക്കം ഉണ്ടാവും. മറ്റൊരു കാര്യം, പെയിൻ അറിയാനുള്ള എബിലിറ്റി ഇത്തിരി കുറയും. രണ്ടാമത്തെ സ്റ്റേജ് എക്സൈറ്റ്മെൻ്റ് ആണ്. ഇവിടെ പേഷ്യൻറ്റിൻ്റെ കോൺഷ്യസ്നെസ് പോവും. പെയിൻ തീരെ അറിയാൻ പറ്റൂല. കഫ് റിഫ്ലെക്സ് ഉണ്ടാവും. തൊണ്ടയിൽ എന്തെങ്കിലും സ്റ്റിമുലേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ചുമയ്ക്കും.
മറ്റൊരു കാര്യം, പേഷ്യൻറ്റിന് ചെറിയ മൂവ്മെൻറ്റ്സ് ഉണ്ടാക്കാൻ പറ്റും, കൂടാതെ സംസാരിക്കാൻ പറ്റും. പക്ഷെ സംസാരം വ്യക്തമായ സംസാരം ആയിരിക്കില്ല, വ്യക്തതക്കുറവുണ്ടാവും, അല്ലെങ്കിൽ ബോധത്തോടെയുള്ള ഒരു സംസാരം ആയിരിക്കില്ല. പിന്നീടൊരു ചാൻസ്, പേഷ്യൻ്റ് ബ്രത്ത് എടുക്കില്ല, ശ്വാസം പിടിച്ചവിടെ വയ്ക്കും. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ചോക്കിംഗ് ഉണ്ടാവും. ചോക്കിംഗ് എന്ന് പറഞ്ഞാൽ എയർവേയുടെ ഒബ്സ്ട്രക്ഷനാണ്. എയർവേയുടെ ഒബ്സ്ട്രക്ഷൻ വരുമ്പോഴത്തേക്ക് അതൊരു ഡേഞ്ചറസ് സിറ്റുവേഷനാണ്. പിന്നെ ചിലപ്പോൾ പേഷ്യൻ്റ് വൊമിറ്റ് ചെയ്യും. അപ്പോൾ ഈ സ്റ്റേജ് 2 എന്നുള്ളത് ഒരു ഡേഞ്ചറസ് സ്റ്റേജാണ്. അപ്പോൾ മോഡേൺ അനസ്തെറ്റിക്സ് ഒക്കെ ഈ സ്റ്റേജ് 2 എലിമിനേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അടുത്തത് സ്റ്റേജ് 3. ഇതാണ് പ്രധാനപ്പെട്ട സ്റ്റേജ്. ഈ സ്റ്റേജിലാണ് സർജിക്കൽ അനസ്തേഷ്യ ഉണ്ടാവുന്നത്. നമുക്ക് ആവശ്യമുള്ള സ്റ്റേജും ഈ സ്റ്റേജാണ്. ഈ സ്റ്റേജിൽ പേഷ്യൻറ്റിൻ്റെ എല്ലാ തരം മൂവ്മെൻറ്റ്സും സ്റ്റോപ്പ് ആവും. ആൻഡ് റെസ്പിറേഷൻ ഒരു നോർമൽ റെസ്പിറേഷൻ ആയിരിക്കും. സാധാരണ രീതിയിൽ നമ്മൾ എങ്ങനെയാണോ ബ്രീത്ത് ചെയ്യുന്നതും അതേ രീതിയിൽ തന്നെ പേഷ്യൻ്റ് നോർമൽ ബ്രീത്തിങ് നടത്തിക്കൊണ്ടിരിക്കും. ഈ സ്റ്റേജിലാണ് ഡീപ്പർ അനസ്തേഷ്യ ഡെവലപ്പ് ചെയ്യുന്നത്. ഈ സമയത്താണ് സർജറി നടക്കേണ്ടതും. പേഷ്യൻറ്റിന് റിഫ്ലെക്സ് ആക്ഷൻസ് ഒന്നും ഈ സമയത്ത് ഉണ്ടാവില്ല. തൊണ്ടയിൽ എന്തെങ്കിലും സ്റ്റിമുലേഷൻ ഉണ്ടായാൽ ചുമക്കില്ല, കണ്ണിലേക്ക് എന്തെങ്കിലും പോയിൻ്റ് ചെയ്ത് പോകുമ്പോഴത്തേക്ക് കണ്ണടയ്ക്കില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ സ്റ്റേജിലാണ് ഉണ്ടാവുക. മസിൽ റിലാക്സേഷൻ ഉണ്ടാവുന്നതും ഈ സ്റ്റേജിലാണ്. അടുത്തൊരു സ്റ്റേജ് 4 ആണ്. അതിൻ്റെ പേരാണ് മെഡുല്ലറി പാരാലിസിസ്. ഇവിടെ റെസ്പിറേറ്ററി കൺട്രോളും വാസോമോട്ടോർ കൺട്രോളും നഷ്ടപ്പെടും. റെസ്പിറേറ്ററി ഫെയിലറും വാസോമോട്ടോർ ഫെയിലറും ഉണ്ടാവുന്നത് കാരണം വൈറ്റൽ ഫങ്ഷനിങ്സ് ഒക്കെ ഡിസ്റപ്റ്റ് ചെയ്യപ്പെടും. അപ്പോൾ വൈറ്റൽ ഫങ്ഷനിങ്സ് കറക്റ്റ് അല്ലാതാവുമ്പോൾ മേ ബി ഡെത്തിലേക്ക് നയിക്കും. ഇനിയാണ് പ്രധാനപ്പെട്ട ഏരിയ വരുന്നത്, ക്ലാസിഫിക്കേഷൻ ഓഫ് ജനറൽ അനസ്തെറ്റിക്സ്. ജനറൽ അനസ്തെറ്റിക്സിനെ ബ്രോഡായി 2 തരത്തിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു: ഇൻഹലേഷണൽ ഏജൻസും ഇൻട്രാവീനസ് ഏജൻസും. ഇത് ജനറൽ അനസ്തെറ്റിക്സിൻ്റെ റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷനാണ്. ഇൻഹലേഷൻ ഏജൻസിൽ വരുന്ന ഏജൻസ് 2 തരത്തിലുണ്ട്. ഒന്ന് ഗ്യാസസ്, അതിൽ വരുന്ന എക്സാമ്പിളാണ് നൈട്രസ് ഓക്സൈഡ്. രണ്ടാമത്തെ ഗ്രൂപ്പ് വോളറ്റൈൽ ലിക്വിഡാണ്. ലിക്വിഡ് ഫോമിലുള്ള ഏജൻസ് പെട്ടെന്ന് വേപ്പറൈസ് ചെയ്തു പോകുന്ന ഏജൻസാണ് ഇതിൽ പറയുന്നത്. അങ്ങനെയുള്ള ഏജൻസിന് എക്സാമ്പിളാണ് ഈതർ, ഹാലോത്തേൻ, എൻഫ്ലൂറൈൻ, ഐസോഫ്ലൂറൈൻ, ഡെസ്ഫ്ലൂറൈൻ, സാവോഫ്ലൂറൈൻ എക്സെട്ര. അടുത്ത മെയിൻ ക്ലാസ്സാണ് ഇൻട്രാവീനസ് ഏജൻസ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ IV റൂട്ടിൽ കൊടുക്കാൻ പറ്റുന്ന ഏജൻസാണ് ഇതിൽ വരുന്നത്. ഇതിലെ ഏജൻസിനെ 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തത് ഇൻഡ്യൂസിങ് ഏജൻസ്. എക്സാമ്പിളാണ് തയോപെൻറ്റോൺ, മെത്തോഹെക്സിറ്റോൺ സോഡിയം, പ്രൊപ്പഫോൾ, എറ്റോമിഡേറ്റ്. ഇൻഡ്യൂസിങ് ഏജൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അനസ്തേഷ്യ ഉണ്ടാക്കാനുള്ള അല്ലെങ്കിൽ അനസ്തേഷ്യ ഇൻഡ്യൂസ് ചെയ്യാൻ എബിലിറ്റിയുള്ള ഏജൻസ്. രണ്ടാമത്തെ ഒരു ഏജൻ്റാണ് കെറ്റമിൻ. ഇത് ഡിസോസിയേറ്റീവ് അനസ്തേഷ്യ ഉണ്ടാക്കുന്ന ഒരു ഏജൻ്റാണ്. അതെന്താണെന്നുള്ളത് പിന്നീട് പറയും. മൂന്നാമത്തെ ഒരു ഗ്രൂപ്പാണ് ഫെൻറ്റാനൈൽ പ്ലസ് ഡ്രോപ്പെരിഡോൾ. ഇത് ന്യൂറോലെപ്റ്റിക് അനസ്തേഷ്യ എന്ന് പറഞ്ഞ ഒരു കണ്ടീഷൻ ഉണ്ടാക്കുന്ന ഡ്രഗ്സാണ്. അപ്പോൾ അതെന്താണെന്നുള്ളത് പിന്നീട് പറയും. ഇതിൽ ഫസ്റ്റ് ക്ലാസ് ഇൻഹലേഷണൽ ഏജൻസ് ആണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ റെസ്പിറേറ്ററി റൂട്ട് വഴി അഡ്മിനിസ്റ്റർ ചെയ്യുന്ന ഏജൻസാണ് ഇൻഹലേഷണൽ ഏജൻസ്. അതിലെ ഫസ്റ്റ് ഡ്രഗാണ് ഡൈഈഥൈൽ ഈഥർ. ഡൈഈഥൈൽ ഈഥറിൻ്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അഡ്വാൻറ്റേജസ്: ഡൈഈഥൈൽ ഈഥറിന് തെറാപ്യൂട്ടിക് ഇൻഡെക്സ് വൈഡാണ്. തെറാപ്യൂട്ടിക് ഇൻഡെക്സ് എന്നുള്ളത്
ഡ്രഗിൻ്റെ ഒരു സേഫ്റ്റി മെഷറാണ്. തെറാപ്യൂട്ടിക് ഇൻഡെക്സ് വൈഡ് ആവും തോറും ഡ്രഗ് കൂടുതൽ സേഫ് ആവുകയാണ് ചെയ്യുന്നത്. സോ ഒരു സേഫ് ആയിട്ടുള്ള അനസ്തെറ്റിക്കാണ് ഡൈഇഥൈൽ ഈഥർ എന്ന് പറയാം. അടുത്തത്, ഡൈഇഥൈൽ ഈഥറിന് ന്യൂറോ മസ്കുലാർ ബ്ലോക്കിംഗ് ആക്ടിവിറ്റി ഉണ്ട്. ന്യൂറോ മസ്കുലാർ ജംഗ്ഷനിൽ ബ്ലോക്കിംഗ് വരുമ്പോഴത്തേക്ക് മസിൽ റിലാക്സേഷൻ ഉണ്ടാവും. അത് നമുക്ക് അനസ്തേഷ്യയിൽ ആവശ്യമുള്ള ഒരു കാര്യമാണ്. അടുത്തൊരു കാര്യം, ഡൈഇഥൈൽ ഈഥറിന് കോസ്റ്റ് കുറവാണ്, എക്സ്പെൻസ് കുറവാണ്. അടുത്തത്, ഡൈഇഥൈൽ ഈഥറിൻ്റെ ഡിസഡ്വാൻറ്റേജസ്. ഒന്നാമത്തെ പ്രശ്നം, ഇതൊരു എക്സ്പ്ലോസീവ് ഏജൻ്റാണ്, തീ പിടിക്കാൻ ചാൻസ് ഉണ്ട്. രണ്ടാമത്തത്, ഇറിറ്റൻ്റ് ആണ്, ബോഡിയിൽ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കും. മൂന്നാമത്തത്, ഇൻഡക്ഷൻ വളരെ സ്ലോ ആണ്, അഡ്മിനിസ്റ്റർ ചെയ്താൽ കുറേ നേരം കഴിഞ്ഞിട്ടേ അനസ്തേഷ്യ വരുള്ളൂ. അതേപോലെ റിക്കവറിയും വളരെ സ്ലോ ആണ്, സർജറി കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞാലേ പേഷ്യൻറ്റിന് ബോധം വരുള്ളൂ. മറ്റൊരു കാര്യം, ഇതിന് നോസിയയും വൊമിറ്റിങ്ങും ഉണ്ടാക്കാനുള്ള എബിലിറ്റി ഉണ്ട്. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ്, ഡൈഇഥൈൽ ഈഥർ മാത്രം ഉപയോഗിക്കുന്ന ഒരു കേസിൽ അനസ്തേഷ്യയുടെ സ്റ്റേജ് 2 ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സ്റ്റേജ് 2 എന്നുള്ളത് എക്സൈറ്റ്മെൻ്റ് ആണ്. ഇതൊരു ഡേഞ്ചറസ് സ്റ്റേജാണ്. പേഷ്യൻ്റ് ബ്രെത്ത് ഹോൾഡ് ചെയ്ത് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളത് കൊണ്ട് തന്നെ ഒരു ഡേഞ്ചറസ് സ്റ്റേജായിട്ട് കണക്കാക്കപ്പെടുന്ന സ്റ്റേജ് 2 ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഏജൻ്റാണ് ഡൈഇഥൈൽ ഈഥർ. അടുത്ത ഏജൻറ്റ് ഹാലോത്തേൻ. ഇതും ഒരു ഇൻഹലേഷണൽ ഏജൻ്റാണ്. ഇതിൻ്റെ അഡ്വാൻറ്റേജ്, ഇതൊരു എക്സ്പ്ലോസീവ് ഏജൻ്റ് അല്ല, നോൺ ഇറിറ്റൻ്റ് ആണ്, ക്വിക്ക് ഇൻഡക്ഷൻ, ക്വിക്ക് റിക്കവറി ഉണ്ട്. ഡൈഇഥൈൽ ഈഥറിനെക്കാട്ടിയും ബെറ്ററാണ്. ഡിസഡ്വാൻറ്റേജ്, ഇതിന് ചില അഡ്വേഴ്സ് എഫക്റ്റ് ഉണ്ട് എന്നുള്ളതാണ്. ഒന്ന്, ലിവർ ഡാമേജ് ഉണ്ടാക്കും. രണ്ടാമത്തത്, ഹാലോത്തേൻ ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാക്കും. മൂന്നാമത്തത്, മയോകാർഡിയൽ ഡിപ്രഷൻ ഉണ്ടാക്കും. അടുത്തൊരു ഏജൻറ്റ് നൈട്രസ് ഓക്സൈഡാണ്. നൈട്രസ് ഓക്സൈഡിൻ്റെ അഡ്വാൻറ്റേജസ്, ഇത് നോൺ ഇൻഫ്ലെയിമബിൾ ഗ്യാസാണ്. സ്മെല്ലിങ് വളരെ സ്വീറ്റ് സ്മെല്ലിങ് ആയതുകൊണ്ട് ഇൻഹലേഷൻ ഏജൻ്റായിട്ട് വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏജൻ്റാണ്. ഇൻഡക്ഷൻ വളരെ ക്വിക്കാണ്, റിക്കവറി വളരെ ക്വിക്കാണ്. അപ്പോൾ ഈ ഗ്രൂപ്പിൽ വരുന്ന ഒരു ഗ്യാസാണ് നൈട്രസ് ഓക്സൈഡ്. നൈട്രസ് ഓക്സൈഡിൻ്റെ തെറാപ്യൂട്ടിക് യൂസസ്, ഇത് കോൺഷ്യസ്നെസ് കളയാതെ തന്നെ അനാൽജസിയ ഉണ്ടാക്കുന്ന ഒരു ഏജൻ്റാണ്. അപ്പോൾ പേഷ്യൻ്റ് കോൺഷ്യസ് ആയിരിക്കുകയും ചെയ്യും, അതേസമയം പെയിൻ ഉണ്ടാവുകയും ചെയ്യില്ല. അങ്ങനൊരു കണ്ടീഷൻ ആവശ്യമായ കേസസിൽ നൈട്രസ് ഓക്സൈഡ് യൂസ് ചെയ്യാം. ഒരു എക്സാമ്പിൾ ചൈൽഡ് ബർത്തിൻ്റെ സമയത്താണ്. ചൈൽഡ് ബർത്തിൻ്റെ സമയത്ത് പേഷ്യൻ്റ് കോൺഷ്യസ് ആയിരിക്കുകയും വേണം, പെയിൻ കുറയ്ക്കുകയും വേണം. അപ്പോൾ പെയിൻലെസ് ഡെലിവറിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏജൻ്റാണ് നൈട്രസ് ഓക്സൈഡ്. ഇതിൻ്റെ അഡ്വേഴ്സ് എഫക്ട്സ്, നൈട്രസ് ഓക്സൈഡും വൈറ്റമിൻ B12 കൊബാൾട്ട് അയോണും കമ്പൈൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു കോംപ്ലക്സ് ഉണ്ടാവും. ഇങ്ങനെ കോംപ്ലക്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ വൈറ്റമിൻ B12 നോർമൽ ഫങ്ഷനിങ് നടക്കാതെ വരും. നമുക്കറിയാം വൈറ്റമിൻ B12 ബോഡിയിലെ പല ബയോകെമിക്കൽ പ്രോസസ്സിലും കോഫാക്ടറായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു വൈറ്റമിനാണ്. അപ്പോൾ ഈ വൈറ്റമിൻ B12 ആക്ടിവിറ്റി നഷ്ടപ്പെടും. അടുത്തത്, നൈട്രസ് ഓക്സൈഡ് പലതവണ യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പേഷ്യൻറ്റിന് മെഗാലോബ്ലാസ്റ്റിക് അനീമിയയും അഗ്രാനുലോസൈറ്റോസിസും ഡെവലപ്പ് ചെയ്യാൻ
ചാൻസ് ഉണ്ട്, ബ്ലഡ് കൗണ്ട് കുറയാൻ ചാൻസ് ഉണ്ട്. ഗ്രാനുലോസൈറ്റോസിസ് എന്നുള്ളത് ഗ്രാനുലോസൈറ്റ് WBC കൗണ്ട് കുറയുന്ന ഒരു കണ്ടീഷനാണ്. നമുക്കറിയാം മെഗാലോബ്ലാസ്റ്റിക് അനീമിയ എന്നുള്ളത് വൈറ്റമിൻ B12 ഫോളിക് ആസിഡിൻ്റെയും ഡെഫിഷ്യൻസി കാരണമുണ്ടാവുന്ന ഒരു അനീമിയാണ്. ഇവിടെ തൊട്ട് നേരത്തെ പറഞ്ഞു വൈറ്റമിൻ B12 ഫങ്ഷനിങ് ബ്ലോക്ക് ചെയ്യുന്ന ഒരു ഏജൻ്റാണ് നൈട്രസ് ഓക്സൈഡ്. അപ്പോൾ അതുകൊണ്ടാണ് ഒരുപാട് കാലം നൈട്രസ് ഓക്സൈഡ് അല്ലെങ്കിൽ പലതവണ നൈട്രസ് ഓക്സൈഡ് യൂസ് ചെയ്യുമ്പോൾ പേഷ്യൻറ്റിന് മെഗാലോബ്ലാസ്റ്റിക് അനീമിയ ഡെവലപ്പ് ചെയ്യുന്നത്. അടുത്തൊരു ഡ്രഗ് എൻഫ്ലൂറൈൻ ആണ്. അഡ്വാൻറ്റേജ് ഇതിൻ്റെ ഇൻഡക്ഷൻ അനസ്തേഷ്യ വളരെ വേഗം ഉണ്ടാവും, അതിനാണ് ക്വിക്ക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് റിക്കവറിയും വളരെ ക്വിക്കാണ്. ഹാലോതെയിനേക്കാളും ക്വിക്ക് ഇൻഡക്ഷനും റിക്കവറിയുമാണ് എൻഫ്ലൂറൈൻ കാണിക്കുന്നത്. അതുപോലെ ഹാലോതെയിൻ്റെ ഒരു പ്രശ്നം അത് ഹെപ്പാറ്റിക് ഡാമേജ് ഉണ്ടാക്കും എന്നുള്ളതാണ്. എന്നാൽ എൻഫ്ലൂറൈൻ ഹെപ്പാറ്റിക് ഡാമേജ് ഉണ്ടാക്കുന്നില്ല. പക്ഷേ ഇതിനൊരു അഡ്വേഴ്സ് എഫക്റ്റ് ഉണ്ട്. എൻഫ്ലൂറൈൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പിലെപ്സി ലൈക്ക് സീഷേഴ്സ് ഡെവലപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അടുത്തൊരു ഡ്രഗ് ഐസോഫ്ലൂറൈൻ ആണ്. ഐസോഫ്ലൂറൈൻ്റെ അഡ്വാൻറ്റേജസ് ഫോസ്റ്റർ ഇൻഡക്ഷൻ ആൻഡ് ഫോസ്റ്റർ റിക്കവറി. എൻഫ്ലൂറൈനെക്കാട്ടിയും കൂടിയ വേഗതയുള്ള ഏജൻ്റാണ് ഐസോഫ്ലൂറൈൻ. ഇതിനും ഹെപ്പാറ്റിക് ഡാമേജ് ഉണ്ടാക്കാനുള്ള എബിലിറ്റി ഇല്ല. കൂടാതെ മറ്റൊരു അഡ്വാൻറ്റേജ് ഇതിന് എപ്പിലെപ്റ്റിക് ആക്ടിവിറ്റി ഇല്ല. എൻഫ്ലൂറൈൻ എപ്പിലെപ്റ്റിക് ആക്ടിവിറ്റി ഉള്ള ഡ്രഗായിരുന്നു, പക്ഷേ ഐസോഫ്ലൂറൈനിലേക്ക് വരുമ്പോഴത്തേക്ക് ഇതിന് സീഷേഴ്സ് ഉണ്ടാക്കാനുള്ള എബിലിറ്റി ഇല്ല. പക്ഷേ ഇതിനൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഹൈപ്പോടെൻഷൻ, ബ്ലഡ് പ്രഷർ കുറയ്ക്കാൻ ഈ ഏജൻറ്റിന് എബിലിറ്റി ഉണ്ട്. അടുത്ത ഡ്രഗായിട്ടുള്ള സെവോഫ്ലൂറൈൻ ചിൽഡ്രനിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഡ്യൂസിങ് ഏജൻ്റാണ്. ചിൽഡ്രനിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ജനറൽ അനസ്തെറ്റിക് ആണ്. അടുത്ത ഏജൻ്റായിട്ടുള്ള ഡെസ്ഫ്ലൂറൈന് ചില ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ഡെസ്ഫ്ലൂറൈൻ ഇൻഹലേഷൻ ഏജൻ്റ് ആണെന്ന് നമുക്കറിയാം, പക്ഷേ ഇത് എയർവേയിൽ ഇറിറ്റേഷൻ ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ ഒരു ഇൻഡക്ഷൻ ഏജൻ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. എപ്പോഴും ഇൻഡക്ഷൻ ഏജൻറ്റും ഇൻഡക്ഷൻ കഴിഞ്ഞ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏജൻസും ഉണ്ട്. ഇത് വേണമെങ്കിൽ ഇൻഡക്ഷൻ കഴിഞ്ഞ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏജൻ്റ് ആക്കാം. അപ്പോൾ ഇൻഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഇൻഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പേഷ്യൻറ്റിന് ബോധം ഉണ്ടാവും. അപ്പോൾ എയർവേയിൽ ഇറിറ്റൻ്റ് ആയതുകൊണ്ട് തന്നെ ആ സ്റ്റേജിൽ ഇത് ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷേ പേഷ്യൻ്റ് ഓൾറെഡി അനസ്തേഷ്യയിലേക്ക് പോയി കഴിഞ്ഞാൽ ആ സ്റ്റേജിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏജൻ്റാണ് ഡെസ്ഫ്ലൂറൈൻ. അപ്പോൾ ഇൻഡക്ഷൻ കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഏജൻ്റാണ് ഡെസ്ഫ്ലൂറൈൻ. അടുത്തത് ഇതിന് മറ്റൊരു ഡിസഡ്വാൻറ്റേജ് ഉള്ളത് റിഫ്ലെക്സ് ടാക്കികാർഡിയ ഉണ്ടാക്കും. ടാക്കികാർഡിയ എന്ന് പറഞ്ഞാൽ ഹാർട്ട് റേറ്റ് കൂടുന്ന സിറ്റുവേഷനാണ്. റിഫ്ലെക്സ് ടാക്കികാർഡിയയിൽ ആദ്യം ഹാർട്ട് റേറ്റ് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ ബോഡി നടത്തുന്ന ഒരു മെക്കാനിസമാണ് റിഫ്ലെക്സ് ടാക്കികാർഡിയ എന്നുള്ളത്. ആദ്യം ഹാർട്ട് റേറ്റ് കുറയും, ബോഡി അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഹാർട്ട് റേറ്റ് കൂടും. ഈ ഒരു കണ്ടീഷനാണ് റിഫ്ലെക്സ് ടാക്കികാർഡിയ. മറ്റൊരു കാര്യം, ഇതിന് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാക്കാനുള്ള എബിലിറ്റി ഉണ്ട്. നമ്മൾ ക്ലാസിഫിക്കേഷനിൽ പല ഏജൻസും പറഞ്ഞു. എന്നാൽ മുമ്പ് യൂസ് ചെയ്തിരുന്നതും ഇപ്പോൾ യൂസ് ചെയ്യാത്തതുമായിട്ടുള്ള ചില ഏജൻസ് കൂടി ഇവിടെ മെൻഷൻ ചെയ്യുന്നു. ക്ലോറോഫോം ഇപ്പോൾ അനസ്തെറ്റിക് ആയിട്ട് യൂസ് ചെയ്യുന്നില്ല, ബിക്കോസ് അതിന് ഹെപ്പാറ്റോടോക്സിസിറ്റി ഉണ്ടാക്കാനും കാർഡിയാക് അരിത്മിയ ഉണ്ടാക്കാനുമുള്ള എബിലിറ്റി ഉണ്ട്. അടുത്തൊരു ഏജൻറ്റ് ഡൈവിനൈൽ ഈഥർ, മറ്റൊരു ഏജൻറ്റ് സൈക്ലോപ്രോപ്പൈൻ, ട്രൈക്ലോറോ ഈഥിലീൻ. ഇതൊന്നും ഇപ്പോൾ അനസ്തെറ്റിക് ആയിട്ട് യൂസ് ചെയ്യുന്നില്ല. അടുത്ത ഗ്രൂപ്പ് ഓഫ് ജനറൽ അനസ്തെറ്റിക്സ് ആണ് ഇൻട്രാവീനസ് അനസ്തെറ്റിക് ഏജൻറ്റ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇൻട്രാവീനസ് റൂട്ടിൽ കൊടുക്കുന്ന ഏജൻസ് ആണ് ഇൻട്രാവീനസ് അനസ്തെറ്റിക്. നമുക്കറിയാം ഇൻട്രാവീനസ് റൂട്ടിലാണ് ഏറ്റവും റാപ്പിഡായിട്ട് ഏത് ഡ്രഗും ആക്ട് ചെയ്യുക. അതേപോലെ IV അനസ്തെറ്റിക്സ് വളരെ സ്പീഡിൽ
അനസ്തേഷ്യ ഉണ്ടാക്കാൻ എബിലിറ്റിയുള്ള ഗ്രൂപ്പാണ്. IV ഏജൻറ്റ്സ് അഡ്മിനിസ്റ്റർ ചെയ്ത് ഏതാണ്ട് 20 സെക്കൻഡ്സിനുള്ളിൽ പേഷ്യൻറ്റിന് അൺകോൺഷ്യസ്നെസ് ഡെവലപ്പ് ചെയ്യും. പക്ഷെ ഒരു പ്രോബ്ലം ഉള്ളത് IV ഏജൻറ്റ്സ് മാത്രം യൂസ് ചെയ്യുന്നത് അത്ര സാറ്റിസ്ഫാക്ടറി മെത്തേഡല്ല. IV ഏജൻറ്റ്സിൻ്റെ കൂടെ ഇൻഹലേഷണൽ ഏജൻറ്റ്സ് കൂടി യൂസ് ചെയ്താൽ മാത്രമേ സാറ്റിസ്ഫാക്ടറി അനസ്തേഷ്യ ഉണ്ടാവുള്ളൂ. ഇതിൽ വരുന്ന ഡ്രഗ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇനി പറയുന്നത്. അതിൽ ഫസ്റ്റ് ഡ്രഗ് തയോപെൻറ്റോൺ. തയോപെൻറ്റോണിൻ്റെ ഫാർമക്കോകൈനറ്റിക്സ്. തയോപെൻറ്റോൺ ബാർബിറ്റുറേറ്റ് ഗ്രൂപ്പിൽ വരുന്ന ഒരു അനസ്തെറ്റിക് ആണ്. ഇതൊരു അൾട്രാ ഷോർട്ട് ആക്ടിംഗ് ബാർബിറ്റുറേറ്റ് ആണ്. അൾട്രാ ഷോർട്ട് ആക്ടിംഗ് ബാർബിറ്റുറേറ്റ് ആയിട്ടുള്ള തയോപെൻറ്റോൺ അനസ്തേഷ്യ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. കാരണം ഇതിന് വളരെ വേഗം ബ്ലഡ് ബ്രെയിൻ ബാരിയർ ക്രോസ് ചെയ്ത് ബ്രെയിനിലെത്താനും BBB എന്നുള്ളത് ബ്ലഡ് ബ്രെയിൻ ബാരിയറാണ്. വളരെ വേഗം ബ്ലഡ് ബ്രെയിൻ ബാരിയർ ക്രോസ് ചെയ്ത് ബ്രെയിനിലെത്തി വളരെ പെട്ടെന്ന് ആക്ഷൻ തുടങ്ങുന്ന ഒരു ഏജൻ്റാണ് തയോപെൻറ്റോൺ. ഇതിൻ്റെ ഓൺസെറ്റ് ഓഫ് ആക്ഷൻ എന്ന് വെച്ചാൽ അഡ്മിനിസ്റ്റർ ചെയ്ത് ആക്ഷൻ തുടങ്ങുന്നതിനുള്ള ലാഗ് അത് വളരെ ഫാസ്റ്റാണ്. അഡ്മിനിസ്റ്റർ ചെയ്ത് അധികം വൈകാതെ ആക്ഷൻ തുടങ്ങും. അതിനെയാണ് ക്വിക്ക് ഓൺസെറ്റ് ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത്. അഡ്മിനിസ്റ്റർ ചെയ്ത് 20 സെക്കൻഡ്സിനുള്ളിൽ ഓൺസെറ്റ് ഉണ്ടാവും. ആക്ഷൻ വളരെ കുറച്ച് മാത്രമേ നീണ്ടു നിൽക്കുകയുള്ളൂ. ഇതൊരു അൾട്രാ ഷോർട്ട് ആക്ടിംഗ് ബാർബിറ്റുറേറ്റ് ആണെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. ഇതിൻ്റെ ആക്ഷൻ വളരെ ഷോർട്ട് ഡ്യൂറേഷനേ ഉണ്ടാവുള്ളൂ. 5 to 10 മിനിറ്റ്സിൻ്റെ അനസ്തേഷ്യ മാത്രമേ ഉണ്ടാവുള്ളൂ. തെറാപ്യൂട്ടിക് യൂസസ്. ഇതൊരു ഇൻഡ്യൂസിങ് ഏജൻ്റാണ്. അനസ്തേഷ്യ ഇൻഡ്യൂസ് ചെയ്യിപ്പിക്കുന്ന ഏജൻറ്റ്. സ്റ്റാർട്ടിങ്ങിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏജൻ്റാണ്. മറ്റൊരു യൂസ് സ്റ്റാറ്റസ് എപ്പിലെപ്റ്റിക്കസിലാണ്. നമുക്കറിയാം എപ്പിലെപ്സിയുടെ ഒരു സീരിയസ് കോംപ്ലിക്കേഷനാണ് സ്റ്റാറ്റസ് എപ്പിലെപ്റ്റിക്കസ്. സ്റ്റാറ്റസ് എപ്പിലെപ്റ്റിക്കസ് ട്രീറ്റ് ചെയ്യുന്നതിനുള്ള ഇൻഫ്യൂഷനാണ് തയോപെൻറ്റോൺ ഇൻഫ്യൂഷൻ. തയോപെൻറ്റോണിന് അഡ്വേഴ്സ് എഫക്ട്സ്. ഇത് റെസ്പിറേറ്ററി ആൻഡ് കാർഡിയോവാസ്കുലർ ഡിപ്രഷൻ ഉണ്ടാക്കും. അഡ്മിനിസ്ട്രേഷൻ്റെ സമയത്ത് ചില പ്രശ്നങ്ങളുണ്ടാവും. വെയിൻ്റെ ചുറ്റും എക്സ്ട്രാവെസേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് ടിഷ്യൂ നെക്രോസിസ് ഉണ്ടാക്കും. അതുപോലെ ആ ടിഷ്യൂ ഏരിയയിൽ അൾസറേഷൻ ഉണ്ടാക്കും. അപ്പോൾ കറക്റ്റായിട്ട് വെയിനകത്തേക്ക് മാത്രമേ ഡ്രഗ് കയറാൻ പാടുള്ളൂ. വെയിന് പുറത്തേക്ക് എത്തിയാൽ അത് നെക്രോസിസ് ഉണ്ടാക്കും. മറ്റൊരു കാര്യം, ആർട്ടറീൻ്റെ അകത്തേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് വാസോസ്പാസം അല്ലെങ്കിൽ കൺസ്ട്രിക്ഷൻ ഉണ്ടാവും. ബ്ലഡ് വെസലിൻ്റെ കൺസ്ട്രിക്ഷൻ ഉണ്ടാക്കും. ഇതിൻ്റെ കോൺട്രാഇൻഡിക്കേഷൻസ്. ഷോക്ക് ഉണ്ടായിട്ടുള്ള പേഷ്യൻറ്റിന് ഇത് കോൺട്രാഇൻഡിക്കേറ്റഡ് ആണ്. കൂടാതെ പോർഫൈറിയ മീൻസ് ബോഡിയിൽ ഹീം എന്നുള്ള കണ്ടൻറ്റിൻ്റെ പ്രൊഡക്ഷൻ കുറയുന്ന ഒരു സിറ്റുവേഷനാണ്. നമുക്കറിയാം ഹീമോഗ്ലോബിൻ്റെ അടക്കം ഒരു മേജർ കൺസ്റ്റിറ്റ്യുവൻ്റ് ആണ് ഹീം. അപ്പോൾ ഹീമിൻ്റെ പ്രൊഡക്ഷൻ കുറവുള്ള കണ്ടീഷനാണ് പോർഫൈറിയാസ്. പോർഫൈറിയാസ് ഉള്ള പേഷ്യൻസിന് ഒരിക്കലും തയോപെൻറ്റോൺ പ്രിഫർ ചെയ്യരുത്. ഇതിൻ്റെ ഡോസ് 3 to 5 mg/kg. ബോഡി വെയ്റ്റിനനുസരിച്ചാണ് ഡോസ് തീരുമാനിക്കുന്നത്. അടുത്ത ഡ്രഗ് മെത്തോഹെക്സിറ്റോൺ. ഇതിൻ്റെ ഫാർമക്കോകൈനറ്റിക്സ് നേരത്തെ പറഞ്ഞ അതേ ഗ്രൂപ്പിൽ വരുന്ന ഡ്രഗാണ്. അൾട്രാ ഷോർട്ട് ആക്ടിംഗ് ബാർബിറ്റുറേറ്റ്. ഇൻഡക്ഷൻ ക്വിക്കാണ്. റിക്കവറി റാപ്പിഡാണ്. തെറാപ്യൂട്ടിക് യൂസസ് ഡേ കെയർ സർജറിക്ക്. ഇതിൻ്റെ റിക്കവറി റാപ്പിഡ് ആയതുകൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് വീട്ടിലേക്ക് മടങ്ങാൻ പറ്റുന്ന സർജറീസിന് ഇത് പ്രിഫർ ചെയ്യാം. ഇത് അനസ്തേഷ്യയുടെ ഒരു ഇൻഡക്ഷൻ ഏജൻ്റാണ്. അനസ്തേഷ്യ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കാനുള്ള ഒരു ഏജൻ്റായിട്ട് മെത്തോഹെക്സിറ്റോൺ
യൂസ് ചെയ്യാം. അഡ്വേഴ്സ് എഫക്റ്റ്, ഇതിന് പോർഫൈറിയ ഡെവലപ്പ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. നേരത്തെ പറഞ്ഞ തയോപെൻറ്റോണിനും ആ എബിലിറ്റി ഉണ്ട്. ഹീം പ്രൊഡക്ഷൻ കുറയ്ക്കും. സോ ഓൾറെഡി പോർഫൈറിയ ഉള്ള പേഷ്യൻസിന് ഇത് പ്രിഫർ ചെയ്യാനും പാടില്ല. മറ്റൊരു കാര്യം, EEGയിൽ ചേഞ്ചസ് ഉണ്ടാക്കും. എപ്പിലെപ്റ്റിക് ആയിട്ടുള്ള പേഷ്യൻസിന് മെത്തോഹെക്സിറ്റോൺ കൊടുക്കുമ്പോഴത്തേക്ക് EEG ചേഞ്ചസ് ഉണ്ടാക്കും. മറ്റൊരു കാര്യം, മസിൽ ടിച്ചിങ് ആൻഡ് ഹൈപ്പർട്ടോണിയ ഉണ്ടാക്കും. മസിൽസിൻ്റെ ഓവർ കൺട്രാക്ഷനാണ് ഇതിലുണ്ടാവുക. ഇതിൻ്റെ ഡോസ് 1 to 2 mg/kg. അടുത്തൊരു ഡ്രഗ് എറ്റോമിഡേറ്റ്. ക്വിക്ക് ഇൻഡക്ഷനാണ്, റാപ്പിഡ് റിക്കവറിയാണ്. തെറാപ്യൂട്ടിക് യൂസസ്, ഇതിന് കാർഡിയോവാസ്കുലർ ചേഞ്ചസ് ഉണ്ടാക്കാനുള്ള എബിലിറ്റി വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ കാർഡിയോവാസ്കുലർ പ്രോബ്ലംസ് ഉള്ള പേഷ്യൻസിന് അനസ്തേഷ്യ കൊടുക്കേണ്ടി വരുമ്പോൾ പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏജൻ്റാണ് എറ്റോമിഡേറ്റ്. ഇതിൻ്റെ അഡ്വേഴ്സ് എഫക്ട്സ്, അഡ്രീനൽ കോർട്ടിക്കൽ ഹോർമോൺസിൻ്റെ പ്രൊഡക്ഷൻ കുറയ്ക്കും. അത് കാരണം കോർട്ടിസോൾ ആൻഡ് ആൽഡോസ്റ്റിറോൺ തുടങ്ങിയ ഹോർമോൺസിൻ്റെ സിന്തസിസ് കുറയും. ഇതിനും പോർഫൈറിയ ഉണ്ടാക്കാനുള്ള എബിലിറ്റി ഉണ്ട്. വളരെ നേരം എറ്റോമിഡേറ്റ് ഇൻഫ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ലൈഫ് ത്രെട്ടനിങ് കണ്ടീഷനായിട്ട് മാറും. ഡോസ് 0.2 to 0.4 mg/kg. അടുത്തൊരു ഡ്രഗ് പ്രൊപ്പഫോൾ. ഫാർമക്കോകൈനറ്റിക്സ്, ഇൻഡക്ഷൻ വളരെ ക്വിക്കാണ്. ഏറ്റവും സ്പീഡിൽ ആക്ട് ചെയ്യുന്ന ഒരു ഏജൻ്റാണ് പ്രൊപ്പഫോൾ. ഇത് ഇമ്പോർട്ടൻ്റ് ഒരു പോയിൻ്റാണ്, ഓർത്തിരിക്കണം. സ്പീഡിൽ ആക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ 16 സെക്കൻഡ് കൊണ്ട് അനസ്തേഷ്യ ഉണ്ടാക്കാനുള്ള എബിലിറ്റി പ്രൊപ്പഫോളിന് ഉണ്ട്. ഈ 16 സെക്കൻഡിൽ നിന്നുള്ളത് ആം ടു ബ്രെയിൻ സർക്കുലേഷൻ ടൈമാണ്. ബ്ലഡ് ആമിൽ നിന്ന് ബ്രെയിനിലെത്തുന്ന സർക്കുലേഷൻ ടൈമാണ് 16 സെക്കൻഡ്. അപ്പോൾ ഈ ഒരു 16 സെക്കൻഡ് കൊണ്ട് തന്നെ അൺകോൺഷ്യസ്നെസ് ഉണ്ടാക്കാൻ എബിലിറ്റിയുള്ള ഡ്രഗാണ് പ്രൊപ്പഫോൾ. കയ്യിൽ ഇഞ്ചെക്ട് ചെയ്താൽ കയ്യിൽ നിന്ന് ബ്രെയിനിലേക്ക് ബ്ലഡ് എത്തുന്ന അതേ സമയം 16 സെക്കൻഡ് കൊണ്ട് തന്നെ അനസ്തേഷ്യ ഡെവലപ്പ് ചെയ്യും. റാപ്പിഡ് റിക്കവറിയും ഉണ്ട്. സർജറി കഴിഞ്ഞാൽ പെട്ടെന്ന് പേഷ്യൻ്റ് റിക്കവർ ആവും. തെറാപ്യൂട്ടിക് യൂസസ്, ഇത് അനസ്തേഷ്യ ഇൻഡ്യൂസ് ചെയ്യാനുള്ള ഒരു ഏജൻ്റാണ്. ഡേ കെയർ സർജറിക്ക് യൂസ് ചെയ്യാൻ പറ്റും. ലോക്കൽ അനസ്തേഷ്യ കൊടുക്കുന്ന ഒരു പേഷ്യൻറ്റിന് ചെറിയൊരു സെഡേറ്റീവ് എഫക്റ്റ് കൂടി വേണമെന്നുണ്ടെങ്കിൽ പ്രൊപ്പോഫോൾ ചൂസ് ചെയ്യാം. അതാണ് സെഡേറ്റീവ് വിത്ത് റീജിയണൽ അനസ്തേഷ്യ. അടുത്തത് ടോട്ടൽ IV അനസ്തേഷ്യ, അതിനാണ് TIVA എന്ന് പറയുന്നത്. ഇത് IV അനസ്തെറ്റിക്സ് മാത്രം ഉപയോഗിച്ചുള്ള അനസ്തേഷ്യ ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ഈ ഒരു സിറ്റുവേഷനിൽ ഇൻഹലേഷൻ അനസ്തെറ്റിക്സ് ഒന്നും കൂടെ യൂസ് ചെയ്യേണ്ടി വരില്ല. അപ്പോൾ TIVA ഉണ്ടാക്കാൻ എബിലിറ്റിയുള്ള ഒരു ഡ്രഗാണ് പ്രൊപ്പോഫോൾ. അടുത്തത് LMA ഇൻസേർഷൻ. LMA മീൻസ് ലാരിഞ്ചിയൽ മാസ്ക് എയർവേ. ഇത് അനസ്തേഷ്യയുടെ സമയത്ത് പേഷ്യൻറ്റിൻ്റെ എയർവേ ഓപ്പൺ ആയിരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മെഡിക്കൽ ഡിവൈസാണ്. അപ്പോൾ ഈ LMA ഫിറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എയർവേയിൽ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് അതിന് മുൻപായിട്ട് അഡ്മിനിസ്റ്റർ ചെയ്യുന്ന ഒരു ഡ്രഗ് കൂടിയാണ്. LMA ഇൻസേർഷന് മുമ്പായിട്ട് പേഷ്യൻറ്റിനെ സെഡേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഏജൻ്റാണ് പ്രൊപ്പോഫോൾ. അഡ്വാൻറ്റേജസ് ഒരുപാടുണ്ടെങ്കിലും പ്രൊപ്പോഫോളിനൊരു മേജർ പ്രോബ്ലം ഉണ്ട്. പ്രൊപ്പോഫോള് ചെറിയ കുട്ടികൾക്ക് 48 hours മുകളിൽ കൊടുത്തു കഴിഞ്ഞാൽ കാർഡിയാക് ഫെയിലറും റീനൽ ഫെയിലറും ഉണ്ടാക്കും. ചെറിയ കുട്ടികൾക്ക് 48 hours കൂടുതൽ യൂസ് ചെയ്താൽ കാർഡിയാക് ഫെയിലർ ആൻഡ്
റീനൽ ഫെയിലർ വരുന്ന ഈ സിറ്റുവേഷനെയാണ് പ്രൊപ്പഫോൾ ഇൻഫ്യൂഷൻ സിൻഡ്രോം എന്ന് പറയുന്നത്. അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. ഈ സെഷനിൽ 3 ടോപ്പിക്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തത് അനസ്തേഷ്യക്ക് യൂസ് ചെയ്യുന്ന ചില സ്പെഷ്യൽ ടെക്നിക്സ്. 2 ജനറൽ അനസ്തേഷ്യക്ക് മുമ്പ് കൊടുക്കുന്ന മെഡിക്കേഷൻസ്, അതിനെയാണ് പ്രീ അനസ്തെറ്റിക് മെഡിക്കേഷൻസ് എന്ന് പറയുന്നത്, അതിനെക്കുറിച്ചുള്ളൊരു ഡിസ്കഷൻ. മൂന്നാമത്തത് ജനറൽ അനസ്തെറ്റിക്സിൻ്റെ നേഴ്സിംഗ് ഇംപ്ലിക്കേഷൻസ്. അതിൽ ഫസ്റ്റ് ടോപ്പിക്ക് സ്പെഷ്യൽ ടെക്നിക്സ് റിലേറ്റഡ് ടു ജനറൽ അനസ്തേഷ്യ. അതിൽ ഫസ്റ്റ് ഹെഡിങ് ആണ് ഡിസോസിയേറ്റീവ് അനസ്തേഷ്യ വിത്ത് കെറ്റമിൻ. ജനറൽ അനസ്തേഷ്യ എന്താണെന്നുള്ളത് നമ്മൾ കണ്ടതാണ്. പെയിൻ റിലീഫ്, സ്കെലറ്റൽ മസിൽ റിലാക്സേഷൻ ആൻഡ് സ്ലീപ്പ്, ഈ 3 കണ്ടീഷനും ഒരുമിച്ചുണ്ടാവുന്ന അവസ്ഥയാണ് ജനറൽ അനസ്തേഷ്യ. പക്ഷേ ചില സർജിക്കൽ പ്രൊസീജിയേഴ്സിൽ ഇത് 3 ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. അങ്ങനെ ജനറൽ അനസ്തേഷ്യയുടെ ഐഡിയൽ പ്രോപ്പർട്ടീസ് എല്ലാം കാണിക്കാത്ത ചില ടൈപ്പ് ഓഫ് അനസ്തേഷ്യാസാണ് നമ്മൾ സ്പെഷ്യൽ ടെക്നിക്കിൽ കാണാൻ പോകുന്നത്. അതിലൊന്നാണ് ഡിസോസിയേറ്റീവ് അനസ്തേഷ്യ. ഇതിന് കൊടുക്കുന്ന ഡ്രഗിൻ്റെ പേരാണ് കെറ്റമിൻ. ആദ്യം എന്താണ് ഡിസോസിയേറ്റീവ് അനസ്തേഷ്യയിൽ സംഭവിക്കുന്നതെന്ന് നോക്കാം. എഫക്റ്റ് ഓഫ് ഡിസോസിയേറ്റീവ് അനസ്തേഷ്യ. ഫസ്റ്റ്, പേഷ്യൻറ്റിൻ്റെ ഐസ് ഓപ്പൺ ആയിരിക്കും. കോർണിയൽ ആൻഡ് ലാരിഞ്ചിയൽ റിഫ്ലെക്സസ് ആർ പ്രിസർവ്ഡ്. കോർണിയൽ റിഫ്ലെക്സ് മീൻസ് കണ്ണിലുണ്ടാവുന്ന റിഫ്ലെക്സ് ആക്ഷനാണ്. സാധാരണ ഒരു പൊടി വന്ന് കണ്ണിൽ വീഴുമ്പോഴത്തേക്ക് അറിയാതെ കണ്ണടച്ച് പോവുക, അല്ലെങ്കിൽ ലൈറ്റ് അടിക്കുമ്പോഴത്തേക്ക് കണ്ണടച്ച് പോവുക, അല്ലെങ്കിൽ പോയിൻറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ കണ്ണിലേക്ക് വരുന്ന സമയത്ത് കണ്ണടച്ച് പോവുക. അങ്ങനെയുള്ള റിഫ്ലെക്സസ് പേഷ്യൻറ്റിന് അതേപോലെ ഉണ്ടാവും. സർജറി ടേബിളിൽ കിടക്കുന്ന പേഷ്യൻറ്റിന് അങ്ങനെയുള്ള റിഫ്ലെക്സ് ഉണ്ടാവും. രണ്ടാമത്തത് ലാരിഞ്ചിയൽ റിഫ്ലെക്സ്. ലാരിങ്സിൽ ഉണ്ടാവുന്ന റിഫ്ലെക്സ് ആക്ഷനാണ്. സാധാരണ നമ്മുടെ എയർവേനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ലാരിങ്സിൽ ഉണ്ടാവുന്ന റിഫ്ലെക്സ് ആക്ഷനാണിത്. ഭക്ഷണം കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ തൊണ്ടഭാഗത്തേക്ക് ഏതെങ്കിലും ഫോറിൻ ബോഡീസ് കടക്കുമ്പോഴോ എയർവേയിലേക്ക് പാസ് ചെയ്യാതിരിക്കാൻ വേണ്ടി അവിടെ ബോഡി നടത്തുന്ന ഒരു റിഫ്ലെക്സ് ആക്ഷനാണ് ലാരിഞ്ചിയൽ റിഫ്ലെക്സ്. ഈ 2 റിഫ്ലെക്സസും ഡിസോസിയേറ്റീവ് അനസ്തേഷ്യയിൽ പ്രസൻ്റ് ആയിരിക്കും. പക്ഷേ ജനറൽ അനസ്തേഷ്യയിൽ ഇതുണ്ടാവില്ല. പേഷ്യൻ്റ് സ്ലീപ്പിംഗ് സ്റ്റേറ്റിലായിരിക്കും, കണ്ണുകൾ അടഞ്ഞിരിക്കും, ലാരിഞ്ചിയൽ റിഫ്ലെക്സ് ഉണ്ടാവില്ല, കോർണിയൽ റിഫ്ലെക്സ് ഉണ്ടാവില്ല. അടുത്തൊരു കാര്യം, മസിൽ ടോൺ പ്രിസർവ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. പൂർണ്ണമായും മസിൽ റിലാക്സേഷൻ ഉണ്ടാവുന്നില്ല. ആ ടോൺ ഉണ്ടാവും. മസിൽ ടോൺ പ്രിസർവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ലോ ലെവൽ ഇൻവോളണ്ടറി മസിൽ കോൺട്രാക്ഷൻസ് ഉണ്ടാവും. മസിൽ കോൺട്രാക്ഷൻസ് ഉണ്ടാവും, വളരെ ലോ ലെവലിൽ അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവും. നേരെ മറിച്ച് ജനറൽ അനസ്തേഷ്യയിൽ മസിൽ ടോൺ പോലും ഉണ്ടാവില്ല. കംപ്ലീറ്റ് മസിൽ റിലാക്സേഷനാണ് ഉണ്ടാവുക. അടുത്ത കാര്യം, പേഷ്യൻ്റ് ഇൻവോളണ്ടറി മൂവ്മെൻറ്റ്സ് കാണിക്കും. കണ്ണുകൾ ബ്ലിങ്ക് ചെയ്യുക പോലെയുള്ള ഇൻവോളണ്ടറി മൂവ്മെൻറ്റ്സ് കാണിക്കും. മറ്റൊരു പ്രത്യേകത, ഇതൊക്കെയാണെങ്കിലും ഇൻറ്റൻസ് അനാൽജസി ഉണ്ടാവും. പെയിൻ റിലീഫ് വളരെ കൂടുതലുണ്ടാവും. അത് ആവശ്യവുമാണ്. സർജറിക്ക് പെയിൻ റിലീഫ് നിർബന്ധമായും വേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ പെയിൻ റിലീഫ് ഉണ്ടാവും എന്നുള്ളതാണ് ഡിസോസിയേറ്റീവ് അനസ്തേഷ്യയുടെ പ്രത്യേകത. അതേസമയം പേഷ്യൻ്റ് ഐസ് ഓപ്പൺ ആയിരിക്കും, റിഫ്ലെക്സസ് പ്രിസർവ് ചെയ്തിട്ടുണ്ടാവും, മസിൽ ടോൺ പ്രിസർവ് ചെയ്തിട്ടുണ്ടാവും, കൂടാണ്ട് പേഷ്യൻ്റ് ഇൻവോളണ്ടറി മൂവ്മെൻറ്റ്സ് കാണിക്കും. ഇതൊന്നും ജനറൽ അനസ്തേഷ്യയിൽ സംഭവിക്കുന്നില്ല.
ഡിസോസിയേറ്റീവ് അനസ്തേഷ്യയുമായി ബന്ധപ്പെട്ട ഒരു ടേമാണ് എമർജൻസ് ഡെലീറിയം. ഇത് ഡിസോസിയേറ്റീവ് അനസ്തേഷ്യ കഴിഞ്ഞ് അതിൻ്റെ റിക്കവറി പീരീഡിൽ അതിൽ നിന്ന് പേഷ്യൻ്റ് റിക്കവർ ചെയ്ത് വരുന്ന സമയത്ത് പേഷ്യൻറ്റിനുണ്ടാവുന്ന ഒരു അൺപ്ലസൻറ്റ് ഹാലൂസിനേഷനാണ്. ഇല്ലാത്ത കാര്യങ്ങളുണ്ട് എന്ന് തോന്നുന്ന ഒരു കണ്ടീഷനാണ് ഹാലൂസിനേഷൻ. ഉദാഹരണത്തിന് ഇല്ലാത്ത ഏതെങ്കിലും ശബ്ദം കേട്ടു എന്ന് പറയുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ പീരീഡിൽ സംഭവിക്കും. അപ്പോൾ എസ്പെഷ്യലി വുമണിലും അഡോൾസൻ്റ് ഏജിലുമുള്ള ആൾക്കാർക്കുമാണ് ഈ കണ്ടീഷൻ കാണപ്പെടുന്നത്. ഇനി എന്തുകൊണ്ടാണ് കെറ്റമിന് ജനറൽ അനസ്തേഷ്യ ഉണ്ടാക്കാൻ പറ്റാത്തത്? നമുക്കറിയാം, ബ്രെയിനിലുള്ള 2 സബ് ഡിവിഷൻസ് ആണ് തലാമിക് സിസ്റ്റവും ലിംബിക് സിസ്റ്റവും. ഈ ഏരിയാസ് വഴിയാണ് സെൻസറി സിഗ്നൽസ് ബ്രെയിനിലേക്ക് എത്തുന്നത്. അപ്പോൾ ഈ ഏരിയാസിൽ മാത്രം ആക്ട് ചെയ്യുന്ന ഒരു ഏജൻ്റാണ് കെറ്റമിൻ. തലാമസിലും ലിംബിക് സിസ്റ്റത്തിലും മാത്രം ആക്ട് ചെയ്യുന്ന ഏജൻ്റാണ് കെറ്റമിൻ. സെറിബ്രൽ കോർട്ടെക്സിലേക്കുള്ള ഒരു റിലേ സ്റ്റേഷനാണ് ഇത് രണ്ടും എന്ന് പറയാം. അപ്പോൾ ഈ റിലേ സ്റ്റേഷനിൽ മാത്രമാണ് കെറ്റമിൻ ആക്ട് ചെയ്യുന്നത്. ബ്രെയിനിൻ്റെ മെയിൻ ഏരിയാസിലൊന്നും കെറ്റമിൻ ആക്ട് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് പേഷ്യൻറ്റിന് റിഫ്ലക്സസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതും ഐസ് തുറന്നിരിക്കുന്നതും മസിൽ ടോൺ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതുമൊക്കെ. അപ്പോൾ ഈ റിലേ സ്റ്റേഷനിൽ മാത്രം ആക്ട് ചെയ്യുന്ന കെറ്റമിൻ ഈ റിലേ സ്റ്റേഷനിലുള്ള NMDA റിസപ്റ്റേഴ്സിനെയാണ് ബ്ലോക്ക് ചെയ്യുന്നത്. ഈ റിലേ സ്റ്റേഷനിലുള്ള N-methyl D-aspartate റിസപ്റ്റേഴ്സിനെ ബ്ലോക്ക് ചെയ്യുന്നത് വഴി അസ്പാർട്ടേറ്റ്, ഗ്ലൂട്ടമേറ്റ് തുടങ്ങിയ എക്സൈറ്റേറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന് ആക്ട് ചെയ്യാൻ പറ്റാതെ വരുന്നു. അപ്പോൾ ഈ ഏരിയയിലുള്ള ന്യൂറോൺസിൻ്റെ ആക്ടിവേഷൻ അല്ലെങ്കിൽ എക്സൈറ്റ്മെൻറ്റ് നടക്കുന്നില്ല. സോ ഈ ഏരിയാസിൻ്റെ ബേസിക് ഫങ്ഷനായിട്ടുള്ള റിലേയിങ് എന്നുള്ള ഫങ്ഷൻ, സെറിബ്രൽ കോർട്ടെക്സിലേക്കുള്ള റിലേയിങ്, സെൻസറി സിഗ്നൽസിൻ്റെ റിലേയിങ് ബ്ലോക്ക് ചെയ്യുന്നു. അപ്പോൾ പെയിൻ സെൻസേഷനൊന്നും അതുകൊണ്ട് ഉണ്ടാവുന്നില്ല. പെയിൻ സെൻസറി സിഗ്നൽസ് ബ്രെയിനിൻ്റെ മെയിൻ ഏരിയാസിലേക്ക് എത്തുന്നില്ല. അതുകൊണ്ട് പെയിൻ അറിയുന്നില്ല. അതേസമയം പേഷ്യൻറ്റിൻ്റെ മറ്റ് ചില കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുമുണ്ട്. ഡിസോസിയേറ്റീവ് അനസ്തേഷ്യയുടെ തെറാപ്യൂട്ടിക് യൂസസ്. ചിൽഡ്രൻസിൽ പ്രീ മെഡിക്കൻ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അനസ്തേഷ്യ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പുള്ള ഡ്രഗായിട്ടാണ് യൂസ് ചെയ്യുന്നത്. മറ്റൊരു കാര്യം, CT സ്കാൻ, MRI സ്കാൻ തുടങ്ങിയ കാര്യങ്ങൾക്ക് പേഷ്യൻറ്റിനെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി കെറ്റമിൻ അഡ്മിനിസ്റ്റർ ചെയ്യാറുണ്ട്. എസ്പെഷ്യലി ഈ പ്രൊസീജിയേഴ്സുമായിട്ട് കോപ്പറേറ്റ് ചെയ്യാത്ത പേഷ്യൻസ്, ചെറിയ കുട്ടികൾ, അങ്ങനെയുള്ള ആൾക്കാർക്ക് CT സ്കാൻ, MRI സ്കാൻ ഒക്കെ ചെയ്യാൻ വേണ്ടി കെറ്റമിൻ പ്രിഫർ ചെയ്യാറുണ്ട്. അടുത്ത യൂസ് ആസ് എ നെർവ് ബ്ലോക്കിംഗ് ഏജൻ്റാണ്. ഇത് ലോക്കൽ അനസ്തേറ്റിക്സിൻ്റെ കൂടെ കെറ്റമിനും കൂടെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അനാൽജസിയ നല്ല ഇൻറ്റൻസ് ആവും, അനാൽജസിയ കൂടുതൽ ലഭിക്കും. സോ ലോക്കൽ അനസ്തറ്റിക്സിൻ്റെ കൂടെ അഡീഷണലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഏജൻ്റാണ് കെറ്റമിൻ. അനാൽജസിയ വളരെ ഇൻറ്റൻസ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കെറ്റമിനും കൂടി യൂസ് ചെയ്യുന്നത്. ആ ഒരു പർപ്പസാണ് നെർവ് ബ്ലോക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത അഡ്വേഴ്സ് എഫക്റ്റ്, കെറ്റമിൻ നിന്നുള്ള റിക്കവറി വളരെ സ്ലോ ആണ്. ഈ റിക്കവറി പീരീഡിലാണ് എമർജൻസ് ഡെലിവറി എന്നുള്ള കണ്ടീഷനും ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ റിക്കവറി സ്ലോ ആയതുകൊണ്ട് തന്നെ ഡേ കെയർ സർജറീസിനൊന്നും കെറ്റമിൻ സൂട്ടബിൾ അല്ല. കോൺട്രാ ഇൻഡിക്കേഷൻ, മയോകാർഡിയൽ ഇൻഫാക്ഷൻ ഉള്ള പേഷ്യൻസിന് ഇത് യൂസ് ചെയ്യാൻ പാടില്ല. മുൻപ് ഹാർട്ട് അറ്റാക്ക് വന്ന ഒരു പേഷ്യൻറ്റിന് ഇത് യൂസ് ചെയ്യാൻ പാടില്ല. ഹൈ ഇൻട്രാക്രാനിയൽ പ്രഷർ ഉള്ള പേഷ്യൻറ്റിന്, നമ്മുടെ സ്കള്ളിൽ ഉണ്ടാവുന്ന ബ്ലഡ് പ്രഷറാണ് ഇൻട്രാക്രാനിയൽ ബ്ലഡ് പ്രഷർ.
ചില ആൾക്കാർക്ക് ഇൻട്രാക്രാനിയൽ പ്രഷർ കൂടുതലായിരിക്കും. അങ്ങനെയുള്ള പേഷ്യൻസിന് കെറ്റമിൻ പ്രിഫർ ചെയ്യാൻ പറ്റില്ല. അടുത്ത ഒരു സ്പെഷ്യൽ ടെക്നിക് ഓഫ് അനസ്തേഷ്യയാണ് ന്യൂറോലെപ്റ്റനാൾജസിയ. ഇത് IV റൂട്ടിൽ ഡ്രഗ് അഡ്മിനിസ്റ്റർ ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു ടൈപ്പ് ഓഫ് അനസ്തേഷ്യയാണ്. ഇവിടെ ഓപ്പിയോയിഡ് അനാൽജസിക്സിൻ്റെ കൂടെ ന്യൂറോലെപ്റ്റിക് ഡ്രഗ്സ് കൊടുത്ത് ഉണ്ടാക്കുന്ന അനസ്തേഷ്യയാണ്. ഓപ്പിയോയിഡ് അനാൽജസിക്സ് എന്നുള്ളത് പെയിൻ റിലീഫിന് കൊടുക്കുന്ന ഏജൻസ് ആണ്. നിങ്ങൾക്കറിയാവുന്ന മോർഫിൻ പോലെയുള്ള ഡ്രഗ്സ് വരുന്ന ഒരു കാറ്റഗറിയാണ് ഓപ്പിയോയിഡ് അനാൽജസിക്സ്. പ്യൂർലി പെയിൻ കുറയ്ക്കാൻ വേണ്ടി കൊടുക്കുന്ന കാറ്റഗറിയാണിത്. അതിൽ വരുന്ന ഡ്രഗ്സും അതിൻ്റെ കൂടെ ആൻറ്റിസൈക്കോട്ടിക് ഡ്രഗ്സ് ആ ചാപ്റ്ററിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ആൻറ്റിസൈക്കോട്ടിക് ഡ്രഗ്സിൻ്റെ മറ്റൊരു പേരാണ് ന്യൂറോലെപ്റ്റിക് ഡ്രഗ്സ്. അപ്പോൾ ഇങ്ങനെയുള്ള ആൻറ്റിസൈക്കോട്ടിക് ഡ്രഗ്സ് കൂടി കമ്പൈൻ ചെയ്ത് കൊടുക്കുന്ന രീതിയാണ് ന്യൂറോലെപ്റ്റനാൾജസിയ. ന്യൂറോലെപ്റ്റനാൾജസിക്ക് യൂസ് ചെയ്യുന്ന ആൻറ്റിസൈക്കോട്ടിക് ഡ്രഗിന് എക്സാമ്പിളാണ് ഡ്രോപ്പെരിഡോൾ. ഡ്രോപ്പെരിഡോൾ അഡ്മിനിസ്റ്റർ ചെയ്യുമ്പോഴത്തേക്ക് പേഷ്യൻറ്റിന് അംനേഷ്യ അല്ലെങ്കിൽ മറവി, സെഡേഷൻ, ആൻറ്റി എമിറ്റിക് എഫക്റ്റ്, വൊമിറ്റിംഗ് ഉണ്ടാവാത്ത സിറ്റുവേഷൻ അതൊക്കെ ഡെവലപ്പ് ചെയ്യും. ഈ ഡ്രോപ്പെരിഡോളിൻ്റെ കൂടെ ഏതെങ്കിലും ഒരു ഓപ്പിയോയിഡ് അനാൽജസിക്കും കൂടെ യൂസ് ചെയ്യണം. ഓപ്പിയോയിഡ് അനാൽജസിക്സിന് പ്രിഫർ ചെയ്യുന്ന 2 ഏജൻസ് ആണ് ഫെൻറ്റാനയിലും എൽഫെൻറ്റാനയിലും. ഓപ്പിയോയിഡ് അനാൽജസിക്സ് ആണ് പെയിൻ റിലീഫ് അല്ലെങ്കിൽ അനാൽജസിയ എന്നുള്ള കണ്ടീഷൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ടോട്ടൽ എഫക്റ്റ് ഇങ്ങനെയാണ്: ഓപ്പിയോയിഡ് അനാൽജസിക്സ് പെയിൻ റിലീഫും ആൻറ്റിസൈക്കോട്ടിക് ഡ്രഗ്സ് അംനേഷ്യ, സെഡേഷൻ തുടങ്ങിയ കാര്യങ്ങളും ഉണ്ടാക്കുന്നു. ഇവിടെ പേഷ്യൻ്റ് സെഡേറ്റഡ് സ്റ്റേറ്റിലേക്ക് മാറുന്നുണ്ട്. കൂടാതെ സറൗണ്ടിങ്സിനെ കുറിച്ച് ബോധവാനായിരിക്കില്ല. അതേസമയം സർജിക്കൽ പ്രൊസീജിയറുമായിട്ട് കോപ്പറേറ്റ് ചെയ്യുന്ന കണ്ടീഷനിലും ആയിരിക്കും. അപ്പോൾ ന്യൂറോലെപ്റ്റനാൾജസിയയുടെ അഡ്വാൻറ്റേജ് ജനറൽ അനസ്തേഷ്യയെക്കാളും സൈഡ് എഫക്ട്സ് കുറവുള്ള ഒരു ടെക്നിക്കാണ് ന്യൂറോലെപ്റ്റനാൾജസിയ. തെറാപ്യൂട്ടിക് യൂസസ്: നൈട്രസ് ഓക്സൈഡ് കൂടെ ഏതെങ്കിലും ഒരു മസിൽ റിലാക്സൻ്റ് എന്നിവയുടെ കൂടെ ന്യൂറോലെപ്റ്റനാൾജസിക് ഡ്രഗ്സ് കൂടി കൊടുത്താൽ ജനറൽ അനസ്തേഷ്യ ഉണ്ടാവും. ഇവിടെ ന്യൂറോലെപ്റ്റനാൾജസിയ കൂടി യൂസ് ചെയ്യുന്നതിൻ്റെ എയിം നൈട്രസ് ഓക്സൈഡിൻ്റെ ഡോസ് കുറയ്ക്കലാണ്. നൈട്രസ് ഓക്സൈഡ് ജനറൽ അനസ്തെറ്റിക് ആണ്. അതിൻ്റെ ഡോസ് കുറയ്ക്കുന്നത് വഴി അഡ്വേഴ്സ് എഫക്ട്സും കുറയ്ക്കാൻ പറ്റും. ഇനി ന്യൂറോലെപ്റ്റനാൾജസിയുടെ അഡ്വേഴ്സ് എഫക്ട്സ് ദേ ക്യാൻ കോസ് റെസ്പിറേറ്ററി ഡിപ്രഷൻ, ഹൈപ്പോടെൻഷൻ ആൻഡ് ബ്രാഡികാർഡിയ. അടുത്ത ഒരു സ്പെഷ്യൽ ടെക്നിക്കാണ് കോൺഷ്യസ് സെഡേഷൻ. ഇവിടെ പേഷ്യൻ്റ് സെഡേറ്റഡ് ആയിരിക്കും, പേഷ്യൻറ്റിന് അംനേഷ്യ ഉണ്ടാവും, പക്ഷേ കോൺഷ്യസ്നെസ് പൂർണ്ണമായിട്ടും പോവില്ല. നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ പേഷ്യൻറ്റിന് പറ്റും. ഇതുവരെ കണ്ട ടെക്നിക്സിലൊന്നും ആ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നില്ല. ഫോർ എക്സാമ്പിൾ, സർജറീൻ്റെ ഇടയ്ക്ക് സർജൻ പറയുന്ന ചെറിയ കമാൻഡ്സ്, കൈ ഒന്ന് ഉയർത്തുക അല്ലെങ്കിൽ അങ്ങനെയുള്ള ചെറിയ കമാൻഡ്സൊക്കെ ഒബേ ചെയ്യാൻ പേഷ്യൻറ്റിന് സാധിക്കും. ഇതിന് യൂസ് ചെയ്യുന്ന ഡ്രഗ്സ് ബെൻസോഡയസെപ്പിൻസ് ആണ്. അതിൻ്റെ കൂടെ ഏതെങ്കിലും ഒരു ഓപ്പിയോയിഡ് അനാൽജസിക്കും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഫോർ എക്സാമ്പിൾ, മിഡസോളം എന്നുള്ള ബെൻസോഡയസെപ്പിനും സുഫെൻറ്റാനയിൽ നിന്നുള്ള ഷോർട്ട് ആക്ടിംഗ് ഓപ്പിയോയിഡും തമ്മിൽ കമ്പൈൻ ചെയ്താൽ കോൺഷ്യസ് സെഡേഷൻ ഉണ്ടാക്കും. അപ്പം ബെൻസോഡയസെപ്പിൻ സെഡേഷനും സുഫെൻറ്റാനയിൽ അല്ലെങ്കിൽ ഓപ്പിയോയിഡ് അനാൽജസി അല്ലെങ്കിൽ പെയിൻ റിലീഫും ഉണ്ടാക്കും.
മിഡസോളം സെഡേഷനും സുഫെൻറ്റാനൈൽ പെയിൻ റിലീഫും ഉണ്ടാക്കും. കൂടാതെ ഇപ്പോൾ പറഞ്ഞ ബെൻസോഡയസെപ്പിൻ ഷോർട്ട് ആക്ടിംഗ് ബെൻസോഡയസെപ്പിൻ ആണ്. മിഡസോളം ഒരു ഷോർട്ട് ആക്ടിംഗ് ബെൻസോഡയസെപ്പിൻ ആണ്. ഇതല്ലാതെ ലോങ് ആക്ടിംഗ് ബെൻസോഡയസെപ്പിൻ ആയിട്ടുള്ള ഡയസെപ്പാമും ഈ പർപ്പസിന് യൂസ് ചെയ്യാം. അടുത്ത ഒരു ടോപ്പിക്ക് പ്രീ അനസ്തെറ്റിക് മെഡിക്കേഷൻ. ഇത് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ്. ഇമ്പോർട്ടൻ്റ് മാർക്ക് ചെയ്യുക. 5 മാർക്കിന് ചോദിക്കും. ഇവിടെ ജനറൽ അനസ്തെറ്റിക്സ് യൂസ് ചെയ്യുന്നതിന് മുൻപായി കൊടുക്കുന്ന ഡ്രഗ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഡ്രഗ്സ് കൊടുക്കുന്നതിൻ്റെ എയിം ജനറൽ അനസ്തേഷ്യ എന്നുള്ള പ്രൊസീജിയർ കുറച്ചുകൂടി സേഫ് ആക്കുക എന്നുള്ളതും കൂടാതെ ജനറൽ അനസ്തെറ്റിക്സിൻ്റെ ഡോസ് കഴിവതും കുറയ്ക്കുക എന്നുള്ളതുമാണ്. പ്രീ അനസ്തെറ്റിക് മെഡിക്കേഷൻ്റെ അഡ്മിനിസ്ട്രേഷൻ ഇനി പറയുന്ന കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പേഷ്യൻറ്റിൻ്റെ ഏജ്, കോമോർബിഡ് ഡിസീസസ്, ആ പേഷ്യൻറ്റിനുള്ള മറ്റ് അസുഖങ്ങൾ, സർജറി ബീയിങ് പ്ലാൻഡ്, ഏത് തരം സർജറിയാണ് നടത്തുന്നത്, പിന്നെ പേഷ്യൻറ്റിൻ്റെ പൊതുവായ മറ്റ് കണ്ടീഷൻസ്. ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പ്രീ അനസ്തെറ്റിക് മെഡിക്കേഷൻസ് ചൂസ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് പ്രീ അനസ്തെറ്റിക് മെഡിക്കേഷൻ്റെ എഫക്ട്സ്? 1. പ്രീ അനസ്തെറ്റിക് മെഡിക്കേഷൻ സെഡേഷൻ ഉണ്ടാക്കാൻ എബിലിറ്റിയുള്ള ഡ്രഗ്സ് ആയിരിക്കണം. 2. ഇതിന് അഡിക്റ്റീവ് അല്ലെങ്കിൽ സിനർജസ്റ്റിക് എഫക്റ്റ് ഉണ്ടാക്കാൻ പറ്റണം. സിനർജസ്റ്റിക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ പ്രീ അനസ്തെറ്റിക് മെഡിക്കേഷനും നമ്മുടെ പ്യുവർ ജനറൽ അനസ്തെറ്റിക്സും കമ്പൈൻ ചെയ്യുമ്പോൾ ഇരട്ടിയിലധികം ആക്ഷൻ ഉണ്ടാവണം. അതാണ് സിനർജിസ്റ്റിക് എഫക്റ്റ്. അഡിക്റ്റീവ് എഫക്റ്റ് മീൻസ് ഈ പറഞ്ഞ പ്രീ അനസ്തെറ്റിക് മെഡിക്കേഷനും നമ്മൾ കൊടുക്കുന്ന ജനറൽ അനസ്തെറ്റിക്സും യൂസ് ചെയ്താൽ ഇരട്ടി റെസ്പോൺസ് ഉണ്ടാവണം. 3. അഡ്വേഴ്സ് എഫക്ട്സ് മാക്സിമം കുറയ്ക്കാൻ പറ്റണം. ജനറൽ അനസ്തെറ്റിക്സിൻ്റെ അഡ്വേഴ്സ് എഫക്റ്റ് മാക്സിമം കുറയ്ക്കാൻ പറ്റണം. അടുത്തത് റെസ്പിറേറ്ററി സെക്രീഷൻ കുറയ്ക്കാനുള്ള ഡ്രഗ്സ് കൂടിയാണ് പ്രീ അനസ്തെറ്റിക് മെഡിക്കേഷൻ. സർജറീൻ്റെ സമയത്ത് റെസ്പിറേറ്ററി സെക്രീഷൻ മാക്സിമം കുറയ്ക്കാൻ പ്രീ അനസ്തെറ്റിക് മെഡിക്കേഷൻ ഹെൽപ്പ് ചെയ്യണം. അടുത്തത് റിഫ്ലെക്സ് എക്സൈറ്റബിലിറ്റി കുറയ്ക്കുന്ന ഡ്രഗ് ആയിരിക്കണം പ്രീ അനസ്തെറ്റിക് മെഡിക്കേഷൻ. ബോഡി കാണിക്കുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിഫ്ലെക്സ് ആക്ഷൻസ് കുറയ്ക്കാൻ പ്രീ അനസ്തെറ്റിക് മെഡിക്കേഷൻസിന് സാധിക്കണം. പ്രീ അനസ്തെറ്റിക് മെഡിക്കേഷൻസിൽ വരുന്ന ഡ്രഗ്സാണ് 1. ഓപ്പിയോയിഡ് അനാൽജസിക്, 2. ആങ്ഷ്യോലൈറ്റിക് ഡ്രഗ്സ്, 3. എൻറ്റാസിഡ്സ്, 4. ആൻറ്റി മസ്കാർണിക് ഡ്രഗ്സ്, 5. ആൻറ്റി എമിറ്റിക് ഡ്രഗ്, 6. അതർ ഡ്രഗ്സ്. അതിൽ ഫസ്റ്റ് വൺ ഓപ്പിയോയിഡ് അനാൽജസിക്. അതിനുള്ള എക്സാമ്പിളാണ് മോർഫിൻ, പെത്തഡിൻ തുടങ്ങിയ ഡ്രഗ്സ്. അപ്പോൾ ഓപ്പിയോയിഡ് അനാൽജസിക്സിൻ്റെ പൊതുവെയുള്ള പ്രത്യേകത അത് പെയിൻ റിലീഫ് ഉണ്ടാക്കുന്ന ഏജൻസ് ആണ്. കൂടാതെ ചെറിയ സെഡേഷനും ഉണ്ടാക്കും. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ പെയിൻ റിലീഫും സെഡേഷനും ഓൾറെഡി ഉണ്ടാവുന്നത് കാരണം നമ്മൾ പിന്നീട് കൊടുക്കുന്ന ജനറൽ അനസ്തെറ്റിക്സിൻ്റെ ഡോസ് കുറച്ച് മതിയാവും. ജനറൽ അനസ്തെറ്റിക്സിന് സൈഡ് എഫക്ട്സ് കൂടുതലാണ്. അതിൻ്റെ ഡോസ് മാക്സിമം കുറയ്ക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. ഇതിൻ്റെ അഡ്വേഴ്സ് എഫക്ട്സ് റെസ്പിറേറ്ററി ഡിപ്രഷനും വയസോമോട്ടോർ ഡിപ്രഷനും ഉണ്ടാക്കാൻ എബിലിറ്റിയുള്ള ഡ്രഗ്സാണ് ഓപ്പിയോയിഡ് അനാൽജസിക്സ്. അടുത്ത കാറ്റഗറി ആങ്ഷ്യോലൈറ്റിക് ഡ്രഗ്സ് ആണ്. അഡൽട്സിലാണെങ്കിൽ ഡയസെപ്പാം, അൽപ്രാസോളം എന്നീ ഡ്രഗ്സാണ് യൂസ് ചെയ്യുന്നത്. ഇത് രണ്ടും ബെൻസോഡയസെപ്പിൻ ഗ്രൂപ്പിൽ വരുന്ന ഡ്രഗ്സാണ്. ചിൽഡ്രനിലാണെങ്കിൽ പ്രോമെത്താസിൻ,
ക്ലോറാൽ ഹൈഡ്രേറ്റ് എന്നീ 2 ഡ്രഗ്സാണ് ആങ്ഷ്യോലൈറ്റിക് ഡ്രഗായിട്ട് യൂസ് ചെയ്യുന്നത്. സർജറിക്ക് മുമ്പ് എല്ലാവർക്കും ടെൻഷൻ ഉണ്ടാവും, ആങ്സൈറ്റി ഉണ്ടാവും. ഈ ആങ്സൈറ്റി കുറയ്ക്കുന്ന ഏജൻസാണ് ഇപ്പോൾ പറഞ്ഞ ഡ്രഗ്സ്. ആങ്സൈറ്റി കുറയ്ക്കുക എന്നുള്ളത് കൂടാതെ ഈ ഡ്രഗ്സിനൊക്കെ മസിൽ റിലാക്സേഷൻ ഉണ്ടാക്കാനുള്ള എബിലിറ്റിയുണ്ട്. ചെറിയ രീതിയിൽ അംനേഷ്യ ഉണ്ടാക്കാനുള്ള എബിലിറ്റിയുണ്ട്. അടുത്ത ഗ്രൂപ്പാണ് ആൻറ്റാസിഡ്സ്. അസിഡിറ്റി കുറയ്ക്കുന്ന ഡ്രഗ്സാണ്. സ്റ്റൊമക്കിലുള്ള അസിഡിറ്റി കുറയ്ക്കുന്ന ഡ്രഗാണ് ആൻറ്റാസിഡ്സ്. അതിനുള്ള എക്സാമ്പിളാണ് റാനിറ്റിഡിൻ, സോഡിയം സിട്രേറ്റ് തുടങ്ങിയവ. അടുത്ത ഒരു ഗ്രൂപ്പാണ് പ്രോകൈനറ്റിക് ഏജൻറ്റ്. പ്രോകൈനറ്റിക് ഏജൻറ്റ്സ് GITയുടെ കോൺട്രാക്ഷൻസ് കൂട്ടുകയും GITയിൽ നിലവിലുള്ള ഫുഡ് മെറ്റീരിയൽസിനെ പെട്ടെന്ന് ലാർജ് ഇൻറ്റസ്റ്റൈനിലേക്കും പിന്നീട് ഫീക്കൽ എക്സ്ക്രീഷൻ വഴി പുറത്തേക്കും എത്തിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ പ്രോകൈനറ്റിക് ഏജൻ്റ് ആയിട്ടുള്ള മെറ്റക്ലോപ്രമൈഡ് കഴിച്ചാൽ ബവൽ ക്ലിയർ ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു. ബവലിലുള്ള ഫുഡ് മെറ്റീരിയൽ പെട്ടെന്ന് ഇവാക്വേറ്റ് ചെയ്ത് പുറത്തെത്താൻ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ സർജറിക്ക് മുമ്പ് ബവൽ ഇവാക്വേഷന് വേണ്ടിയിട്ടാണ് മെറ്റക്ലോപ്രമൈഡ് യൂസ് ചെയ്യുന്നത്. അടുത്ത ഗ്രൂപ്പ് ആൻറ്റി മസ്കാർണിക് ഡ്രഗ്. അതിനുള്ള എക്സാമ്പിളാണ് അട്രോപ്പിൻ ഓർ സ്കോപ്പോലാമൈൻ. അതിൻ്റെ കൂടെ മോർഫിനും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. ആൻറ്റി മസ്കാർണിക്കിൻ്റെ എക്സാമ്പിൾ അട്രോപ്പിൻ അല്ലെങ്കിൽ സ്കോപ്പോലാമൈൻ മാത്രമാണ്. മോർഫിൻ എന്നുള്ളത് ഒരു ഓപ്പിയോയിഡ് ഡ്രഗാണ്. അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോഴത്തേക്ക് വാഗൽ ആക്ഷൻസ് ബ്ലോക്ക് ചെയ്യപ്പെടുകയും വാഗൽ നെർവിൻ്റെ സിമുലേഷൻ കുറയുന്നത് കാരണം സലൈവറി സെക്രീഷൻ, റെസ്പിറേറ്ററി സെക്രീഷൻ തുടങ്ങിയവ കുറയുകയും ചെയ്യുന്നു. നേരത്തെ പറഞ്ഞിരുന്നു സെക്രീഷൻസ് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഏജൻ്റ് ആയിരിക്കണം പ്രീ അനസ്തെറ്റിക് മെഡിക്കേഷൻ. കൂടാതെ പേഷ്യൻറ്റിന് ഉണ്ടാവാൻ ചാൻസ് ഉള്ള റിഫ്ലെക്സ് ഹൈപ്പോടെൻഷൻ പ്രിവെൻറ്റ് ചെയ്യാനും ഈ ഡ്രഗ്സ് ഹെൽപ്പ് ചെയ്യുന്നു. റിഫ്ലെക്സ് ഹൈപ്പോടെൻഷനും റിഫ്ലെക്സ് ബ്രാഡികാർഡിയും കുറയ്ക്കാനും ഈ ഡ്രഗ്സ് ഹെൽപ്പ് ചെയ്യുന്നു. ബ്രാഡികാർഡിയ മീൻസ് റെഡ്യൂസ്ഡ് ഹാർട്ട് റേറ്റ് ആണ്. അപ്പോൾ സർജറീൻ്റെ സമയത്ത് അല്ലെങ്കിൽ ജനറൽ അനസ്തെറ്റിക്സ് കൊടുക്കുമ്പോൾ ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു കണ്ടീഷനാണ് റിഫ്ലെക്സ് ഹൈപ്പോടെൻഷനും റിഫ്ലെക്സ് ബ്രാഡികാർഡിയും. ഇത് രണ്ടും ഡെവലപ്പ് ചെയ്യുന്നത് 10th ക്രാനിയൽ നെർവിൻ്റെ അല്ലെങ്കിൽ 10th ക്രാനിയൽ നെർവ് അല്ലെങ്കിൽ വാഗൽ നെർവിൻ്റെ ആക്ടിവിറ്റി കാരണമാണ്. അപ്പോൾ വാഗൽ നെർവിൻ്റെ ആക്ടിവിറ്റി ബ്ലോക്ക് ചെയ്യുന്ന ഏജൻ്റാണ് ആൻറ്റി മസ്കാർണിക് ഡ്രഗ്. വാഗൽ നെർവിൻ്റെ ആക്ടിവിറ്റി ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ സർജറീൻ്റെ സമയത്ത് റിഫ്ലെക്സ് ബ്രാഡികാർഡിയും റിഫ്ലെക്സ് ഹൈപ്പോടെൻഷനും ഉണ്ടാവില്ല. അടുത്ത ഒരു കാറ്റഗറി ആൻറ്റി എമിറ്റിക് ഡ്രഗ്സ് ആണ്. സർജറി കഴിഞ്ഞാൽ ഉണ്ടാവാൻ ചാൻസ് ഉള്ള 2 കണ്ടീഷൻസാണ് നോസിയ ആൻഡ് വോമിറ്റിംഗ്. ഇത് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഏജൻസ് ആണ് പ്രോമെത്താസിൻ ആൻഡ് സൈക്ലിസിൻ. അടുത്ത ഗ്രൂപ്പ് അതർ ഡ്രഗ്സ്. സപ്പോസ് പേഷ്യൻറ്റിന് ഏതെങ്കിലും സ്പെസിഫിക് ലങ് ഡിസീസ് ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഡ്രഗ്സ്, ഇഷ്കീമിക് ഹാർട്ട് ഡിസീസ് ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഡ്രഗ്സ്, ഡയബറ്റിസ് മെലിറ്റസ് ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഡ്രഗ്സ്, അങ്ങനെയുള്ള ഡ്രഗ്സ് പ്രീ അനസ്തെറ്റിക് മെഡിക്കേഷനായിട്ട് കൊടുക്കേണ്ടി വരും. പല കേസിലും ലോങ് ടേമിൽ പേഷ്യൻ്റ് കഴിച്ചു വരുന്ന ഡ്രഗ്സ് നിർത്തുന്നത് റിസ്ക് കൂട്ടും റാദർ ദാൻ അത് സർജറീൻ്റെ സമയത്ത് കണ്ടിന്യൂ ചെയ്യുന്നതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ലോങ് ടേമിൽ കഴിക്കേണ്ട ഡ്രഗ്സ് പൊതുവെ കണ്ടിന്യൂ ചെയ്യുന്നതാണ് നല്ലത് എന്നർത്ഥം. അത് ഓരോ ഡ്രഗിനെയും ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ഇവിടെ ഞാൻ ഈ പറഞ്ഞതിന് എക്സാമ്പിൾ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് ഡ്രഗ്സ്, ആൻറ്റി പാർക്കിൻസോണിസം ഡ്രഗ്സ്, ആൻറ്റി ഗ്ലോക്കോമ ഡ്രഗ്സ്, ഇതൊക്കെ ലോങ് ടേമിൽ പേഷ്യൻ്റ് കഴിക്കുന്ന ഡ്രഗ്സ് ആയിരിക്കും. അത് പെട്ടെന്ന് സർജറിയുടെ സമയത്ത് നിർത്തുന്നതിനെക്കാട്ടിയും സേഫ്
സർജറിൻ്റെ സമയത്തും അത് കണ്ടിന്യൂ ചെയ്യുന്നതാണ്. പക്ഷേ നിർത്തേണ്ട ചില ഡ്രഗ്സുകളുണ്ട്. ലൈക്ക് ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് കഴിക്കുന്ന പേഷ്യൻ്റ് ആണെങ്കിൽ സർജറിക്ക് 4 ആഴ്ച മുമ്പ് അത് നിർത്തണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ് മാർക്ക് ചെയ്യുക. ഇനി ലിത്തിയം എന്നുള്ളത് ഒരു ആൻറ്റി സൈക്കോട്ടിക് ഡ്രഗാണ്. മാനിയൊക്കെയുള്ള പേഷ്യൻ്റ് കഴിക്കുന്ന ഡ്രഗ്സാണ്. ലിത്തിയം കഴിക്കുന്ന പേഷ്യൻ്റ് ആണെങ്കിൽ സർജറിക്ക് 2 ഡേയ്സിന് മുമ്പായിട്ട് അത് സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ ഡ്രഗ്സിനെ ഡിപ്പെൻഡ് ചെയ്യും. ചില ഡ്രഗ്സ് സർജറിക്ക് മുമ്പ് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. പക്ഷേ ചില ഡ്രഗ്സ് സർജറിക്ക് മുൻപും നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യേണ്ടി വരും. ദാറ്റ്സ് ഓൾ അബൌട്ട് പ്രീ അനസ്തെറ്റിക് മെഡിക്കേഷൻ. ഇനി പറയുന്നത് ജനറൽ അനസ്തെറ്റിക്സിൻ്റെ നഴ്സിംഗ് ഇംപ്ലിക്കേഷൻസ് ആണ്. അതിലെ ഫസ്റ്റ് ഹെഡിങ് അസസ്മെൻറ്റ് ആൻഡ് ഡ്രഗ് എഫക്റ്റ്. പേഷ്യൻറ്റിൻ്റെ ഹിസ്റ്ററി കൃത്യമായിട്ട് എടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പേഷ്യൻറ്റിന് ഏതെങ്കിലും ഡ്രഗുമായിട്ട് അലർജി ഉണ്ടോ എന്നുള്ള കാര്യം മനസ്സിലാക്കണം. കൂടാതെ പേഷ്യൻറ്റിന് നിലവിൽ ഹെപ്പാറ്റിക് പ്രോബ്ലം, റീനൽ പ്രോബ്ലം തുടങ്ങിയവ ഉണ്ടോ എന്നുള്ളത് ചോദിച്ചറിയണം. ബിക്കോസ് ഇതിൽ ചില ഡ്രഗ്സിനൊക്കെ കോൺട്രാ ഇൻഡിക്കേഷൻസ് ഉണ്ട്. ഹെപ്പാറ്റിക് ഫെയിലർ ഉള്ള ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റാത്ത ഡ്രഗ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കോൺട്രാ ഇൻഡിക്കേഷൻസ് കൃത്യമായി മനസ്സിലാക്കി അങ്ങനെയുള്ള പേഷ്യൻറ്റിന് അത് കൊടുക്കാതിരിക്കുകയും വേണം. അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. അടുത്തത് തെറോ ഫിസിക്കൽ അസസ്മെൻ്റ് ആണ്. പേഷ്യൻറ്റിൻ്റെ വെയ്റ്റ്, ന്യൂറോളജിക്കൽ സ്റ്റാറ്റസ്, വൈറ്റൽ സൈൻസ് എല്ലാം, ഹാർട്ട് സൗണ്ട്സ്, സ്കിൻ കളറും ലെഷൻസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യവും, ബവൽ സൗണ്ട്സ്, ഇതൊക്കെ സർജറിക്ക് മുമ്പായി കൃത്യമായി അസസ് ചെയ്യുക. അങ്ങനെ അസസ് ചെയ്ത ഡാറ്റ വെച്ച് നമ്മളൊരു ബേസ് ലൈൻ ഡാറ്റ ഉണ്ടാക്കും. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാലുള്ള അഡ്വാൻറ്റേജ് തെറാപ്പിയുടെ, നമ്മളെ ജനറൽ അനസ്തേഷ്യയുടെ എഫക്റ്റീവ്നെസ്സും അത് സർജറിക്ക് ശേഷം പേഷ്യൻറ്റിനുണ്ടാകുന്ന ഇമ്പ്രൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. കൂടാതെ ജനറൽ അനസ്തേഷ്യയുടെ അഡ്വേഴ്സ് എഫക്ട്സ് കുറയ്ക്കാൻ പറ്റും. സ്യൂട്ടബിൾ ആയിട്ടുള്ള ജനറൽ അനസ്തെറ്റിക്സ് ചൂസ് ചെയ്യാൻ പറ്റും. അടുത്തത് ലാബ് ടെസ്റ്റുകൾ ചിലതൊക്കെ ചെയ്യേണ്ടി വരും. ലിവർ ഫങ്ഷൻ ടെസ്റ്റ്, റീനൽ ഫങ്ഷൻ ടെസ്റ്റ് തുടങ്ങിയവ ചെയ്യുക. ഇത് ജനറൽ അനസ്തെറ്റിക്സിൻ്റെ ഡോസ് അഡ്ജസ്റ്റ്മെൻറ്റിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടെസ്റ്റുകളാണ്. ഇനി ഇംപ്ലിമെൻറ്റേഷൻ പോയിൻറ്റിൽ സർജറി റൂമിൽ എമർജൻസി എക്യുപ്മെൻറ്റ്സ് ഒക്കെ അവൈലബിൾ ആണോ എന്നുള്ളത് പരിശോധിക്കണം. എസ്പെഷ്യലി എയർവേ എക്യുപ്മെൻറ്റ്സ്, മെക്കാനിക്കൽ വെൻറ്റിലേഷനുള്ള എക്യുപ്മെൻറ്റ്സ് ഒക്കെ അവൈലബിൾ ആയിരിക്കണം. അടുത്തൊരു പോയിൻ്റ്, സ്പൈനൽ അനസ്തേഷ്യയും എപ്പിഡ്യൂറൽ അനസ്തേഷ്യയും കൊടുത്തൊരു പേഷ്യൻറ്റിന് ഹൈഡ്രേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നന്നായിട്ട് വെള്ളം കുടിക്കണം പേഷ്യൻ്റ്. കൂടാതെ പേഷ്യൻ്റ് സർജറിക്ക് ശേഷം അറ്റ്ലീസ്റ്റ് 12 മണിക്കൂറെങ്കിലും കിടക്കുന്ന പൊസിഷനിലായിരിക്കണം. ഇത് ഹെഡേക്ക് കുറയ്ക്കാനുള്ള ഒരു മെത്തേഡാണ്. അപ്പോൾ ഇത് ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ട ഒരു പോയിൻ്റ് അല്ല. സ്പൈനൽ അനസ്തേഷ്യയും എപ്പിഡ്യൂറൽ അനസ്തേഷ്യയും ടോട്ടലി ഡിഫറെൻറ്റ് ടെക്നിക്കാണ്. ഇതിന് ജനറൽ അനസ്തേഷ്യയുമായി വലിയ റിലേഷനൊന്നുമില്ല. പക്ഷെ ഇവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ. അടുത്തത് പേഷ്യൻറ്റിനെ കംഫർട്ടബിൾ ആക്കുക എന്നുള്ളതാണ്. ഡ്രഗിന് കുറേ എഫക്ട്സ് ഉണ്ടാവും. വൊമിറ്റിംഗ് ഉണ്ടാക്കും, ചിലപ്പോൾ സെഡേഷൻ ഉണ്ടാക്കും, റിക്കവറി പീരീഡിൽ പേഷ്യൻറ്റിന് ഓർമ്മ കുറവായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നും പേഷ്യൻറ്റിനെ കംഫർട്ടാക്കി നിർത്തുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ്. പേഷ്യൻറ്റിന് എന്തെങ്കിലും നടക്കാനൊക്കെ എന്തെങ്കിലും അസിസ്റ്റൻ്റ് വേണമെങ്കിൽ അത് കൊടുക്കുക. കൂടാതെ സേഫ്റ്റി മെഷേഴ്സ് പ്രൊവൈഡ് ചെയ്യുക. ബിക്കോസ് ലൈറ്റിംഗ് ഉണ്ടാക്കുക, ബെഡിൻ്റെ സൈഡിൽ റൈസ്ഡ് റെയിൽസ്, അല്ലെങ്കിൽ പേഷ്യൻ്റ് മറിഞ്ഞു വീഴാനൊക്കെ സാധ്യതയുള്ളതുകൊണ്ട് റൈസ്ഡ് സൈഡ് റെയിൽസ് കൊടുക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ നല്ലതായിരിക്കും. ഇഞ്ചുറീസ് കുറയ്ക്കാൻ പറ്റും. മറ്റൊരു കാര്യം, പേഷ്യൻറ്റിനെ നന്നായിട്ട് എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പേഷ്യൻ്റ് എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ മാത്രമേ ത്രൂ ഔട്ട് ദ സർജറി പേഷ്യൻറ്റിൻ്റെ കോപ്പറേഷൻ നമുക്ക് ഉറപ്പ് വരുത്താൻ പറ്റുള്ളൂ.